പ്രദേശങ്ങളിലൊക്കെ പലയിടത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. 2-3 ദിവസം പല ഏരിയകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഏരിയ കുറവാണ്. കോട്ടയം, കറുകച്ചാല് അങ്ങനെയൊക്കെയുള്ള ഏരിയകൾ. ആയിക്കോട്ടെ, എന്തായാലും ഇങ്ങനൊരു അവസരം തന്ന പ്രിയ അനിൽ സാറിനോടുള്ള നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, അതാണ് ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഫോണിൽ കൂടെ പല പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മൊബൈലിന് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് ഈ നമ്പർ അങ്ങ് പോയി. അതിനുശേഷം എനിക്ക് തോന്നുന്നു 6-7 മാസമായി. അങ്ങനെ മെനഞ്ഞാന്ന് തിരുവനന്തപുരത്തിന് തെക്ക് അരുവിക്കര ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ 3-4 ദൈവദാസന്മാർ അവിടെ നിന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടൊരു ഫോൺ കോൾ വന്നു. അവിടെ വിളിച്ചത് നമ്മുടെ പ്രിയ അനിൽ സാറാണ്. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അദ്ദേഹമാണ്. പക്ഷേ നേരിട്ട് കണ്ടപ്പോഴാണ് അദ്ദേഹം വലിയൊരാളാണ് എന്ന് എനിക്ക് മനസ്സിലായത്. ഹാലേലൂയ, സ്തോത്രം, ഹാലേലൂയ. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലല്ലോ, അല്ലേ? അപ്പോഴേ ഇന്നത്തെ ആരാധന കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഒരു നന്ദി പറയാനായിട്ട്. ഹാലേലൂയ. കാരണം ഞാൻ പല മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിച്ചുവെങ്കിലും ഇതുപോലൊരു ഉണർവ് മീറ്റിംഗ്, ഹാലേലൂയ, കേട്ടിട്ടില്ല. എൻ്റെ യേശുവിൻ്റെ നാമം മഹത്വപ്പെട്ട്, മഹത്വം നമുക്കാർക്കും വരരുത്, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ട്. എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്തതൊക്കെ വളരെ സന്തോഷമുള്ള അനുഭവങ്ങളായി തീർന്നു. അതിനെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷേ എന്നെ ക്ഷണിച്ച പ്രിയ കർത്താവിൻ്റെ ദാസനോടുള്ള സ്നേഹം അറിയിച്ച് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. ദൈവം കൂടുതൽ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. ഇവിടെ എന്നിട്ട് ഇനി കടന്നു വന്ന നിങ്ങൾ എല്ലാവരോടുള്ള നന്ദി, സ്നേഹം, പ്രത്യേകിച്ച് കൊയർ, അതുപോലെ ബാക്കി മീഡിയയുടെ പ്രവർത്തകർ എല്ലാവരോടുള്ള നന്ദി, സ്നേഹം ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിൽ കടക്കുക. കാരണം ചുരുങ്ങിയ സമയമുള്ള നമുക്ക് ഒരു പ്രത്യേക ടോപ്പിക്ക് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എന്ന് ഇടപെടുന്നെങ്കിൽ വലിയ കാര്യങ്ങളെ കർത്താവിന് ഇന്ന് ചെയ്യുവാൻ പറ്റും. ഹാലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചു, യഹോവ നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് രോഗസൗഖ്യം തരുന്ന ഒരു കർത്താവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വിടുതൽ തരുവാൻ യേശു ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. ഹാലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹാലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ ഇന്നൊരത്ഭുതം കാണുവാനായിട്ട് സാധിക്കും. ഹാലേലൂയ. ഞാൻ ഒരു ചെറിയ സാക്ഷ്യം നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ തിരുവനന്തപുരത്തിന്റെ തെക്ക് കാക്കാമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഹാലേലൂയ, ഇങ്ങനെ വചനം പ്രസംഗിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന തന്നു. ഹാലേലൂയ. ആ ആലോചന ഇവിടെയും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് കർത്താവ് വചനം അയച്ച് സൗഖ്യമാക്കും. ഹാലേലൂയ. ഇരിക്കുന്ന ആര് വിശ്വസിക്കുന്നോ അവിടെ ഇന്ന് ഒരു വിടുതൽ നടക്കും. ഹാലേലൂയ എന്ന് ഒന്ന് പറയുവാനായിട്ട് ഇടയായി. പക്ഷേ വേദോസം പറയുന്നു, ദൈവം ഒരു വചനം ഒരാൾക്ക് വേണ്ടി അയച്ചിട്ടുണ്ടെങ്കിൽ, ഹാലേലൂയ, അത് വെറുതെ കർത്താവിന്റെ അടുക്കിലേക്ക് വരത്തില്ല. ആ അയച്ച വിഷയത്തിൽ ഒരു വിടുതൽ തന്നിട്ടേ ആ വചനം ഈ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയുള്ളൂ. ഹാലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവം ഇവിടെ ഒരു അത്ഭുതം ചെയ്യട്ടെ. ഹാലേലൂയ. പ്രസംഗം കഴിഞ്ഞപ്പോഴേ ഒരു സഹോദരി ബാക്കിൽ നിന്ന് ഓടി വന്നു. ഹാലേലൂയ, മൈക്ക് ഒന്ന് തരണമേ. എന്താ വിഷയമൊന്നും അറിയത്തില്ല. ഞാൻ വിചാരിച്ചു ഇനി പ്രസംഗത്തിനകത്ത് വല്ലോ മിസ്റ്റേക്ക് പറ്റിയത് പറയാനോ മറ്റോ എല്ലാം ആയിരിക്കും. എങ്കിലും മൈക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ ഒരു സംഗതി, വളരെ വർഷക്കാലം കഴുത്തിന്റെ താഴെ ഒരു മുഴയുണ്ടായിരുന്നു. ഹാലേലൂയ. ഈ വചനം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വാസത്തോടെ അതങ്ങ് ഏറ്റെടുത്തു. ഹാലേലൂയ. ആ ഏറ്റെടുത്ത സമയത്ത് സംഭവിച്ച എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ കഴുത്തിന്റെ മുഴ മാറി എന്ന് പറഞ്ഞ് അവർ പരസ്യമായിട്ട് സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായി. ഹാലേലൂയ. നോക്കിക്കേ, അങ്ങനെയെങ്കിൽ ഈ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണെങ്കിൽ ഇന്നും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. യേശു ജീവിച്ചിരുന്ന കാലത്ത് അനേക രോഗികളെ തൊട്ടു സൗഖ്യമാക്കി. യേശുവിനെ തൊട്ടവർ അനേകർക്ക് വിടുതൽ കിട്ടി. അങ്ങനെയെങ്കിൽ ആ യേശുവിന്റെ കരങ്ങൾ ഇന്നും കുറുകിയിട്ടില്ല. ഇന്നും വിടുവിക്കാൻ മതിയായ ഒരു ദൈവമാണ്. ആ ദൈവം ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. ഹാലേലൂയ. ഇത് എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നെങ്കിൽ ഇന്നൊരത്ഭുതം നമ്മുടെ ഇടയിൽ നടക്കും. ഹാലേലൂയ. യേശു ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഒന്നും നടന്നില്ലല്ലോ. അവൻ കർത്താവ് എന്താ പറഞ്ഞേ? എന്താ കർത്താവ് പറഞ്ഞേ? ജനത്തിന്റെ അവിശ്വാസം നിമിത്തം എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹാലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്, ഇന്ന് നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് വെറുതെ കുറെ സമയം വേസ്റ്റ് ചെയ്യാനല്ല. നമ്മൾ തിരുവനന്തപുരത്ത് ഞാൻ വെറുതെ വണ്ടിക്കൂലി കളഞ്ഞ് ഇവിടെ വന്നിട്ട് തിരികെ പോയിട്ട് വലിയ കാര്യമില്ല. ഇന്ന് കേൾക്കുന്ന വചനം എന്നെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നെങ്കിൽ, ഹാലേലൂയ, ഇന്നത്തെ മീറ്റിംഗ് നമുക്കൊരനുഗ്രഹമായി തീരും. ഹാലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് വേദോസത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. വെളിപ്പാടിന്റെ പുസ്തകം അതിന്റെ 20-ാം അധ്യായം 12-13 വാക്യം. ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് മൈക്കിൽ കൂടെ വായിച്ച് സഹായിച്ചാൽ നമുക്ക് പെട്ടെന്ന് നീങ്ങാം. ഹല്ലേലൂയ. മരിച്ചവർ
ആ ആ ആ സ്തോത്രം, ഹല്ലേലൂയ. മരിച്ചവർ ആബാലവൃദ്ധം എന്തോ ചെയ്തു? സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കിട്ടി. പ്രതിഫലമാണോ? തക്ക ശിക്ഷ. ഓ സ്തോത്രം, ഹല്ലേലൂയ. ഈ മരിച്ചവരെന്ന് പറയുന്ന ആരാ? ഓ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജനത്തിന് അറിയാം അല്ലേ? രക്ഷിക്കപ്പെടാത്തവരാണ് മരിച്ചവരെന്ന് ഇവിടെ പറഞ്ഞത് അല്ലേ? നിങ്ങൾക്കറിയാം അല്ലേ? അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോഴേ മരിച്ചവർക്കുള്ള ഒരു വലിയ ന്യായവിധി അവിടെ നടക്കാൻ പോകുന്നേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ ആദ്യം ഈ വെളിപ്പാട് പുസ്തകം എന്തെന്നൊന്ന് അറിയണം അല്ലേ? എന്താ ഈ വെളിപ്പാട് പുസ്തകം? ആർക്ക് കിട്ടിയ വെളിപ്പാടാണിത്? അപ്പോസ്തലനായ യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയപ്പോൾ തനിക്ക് അവിടെ വെച്ച് ലഭിച്ച വെളിപ്പാടാണ് ഈ വെളിപ്പാട് പുസ്തകം. ഹല്ലേലൂയ. ആരെ കുറിച്ചുള്ള വെളിപ്പാടാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് പുത്രന് കൊടുത്തു. പുത്രൻ ദൂതൻ മുഖാന്തരം യോഹന്നാന് എന്തോ ചെയ്തു? നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. വൺ വേ അല്ല. എന്തോ ഇത് വെളിപ്പെടുത്തിയോ? ആണോ? അങ്ങനെയാണോ? യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഡിസ്പ്ലേ പോലെ യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുത്തു അല്ലേ? ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഇതിൽ പറയുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻ. ഹല്ലേലൂയ. നോക്കിക്കേ, അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് വായിക്കണം അല്ലേ? ഇടയ്ക്കൊക്കെ ഇതൊന്ന് ചിന്തിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. എനിക്ക് വലിയ പ്രതിഫലം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പം. എന്തോ പ്രതിഫലം? നിങ്ങൾ എത്രയും പേര് വന്നോണ്ടോ? അല്ല, ഇത് വായിക്കുകയും ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പക്ഷെ അനുസരിക്കുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കേൾക്കുന്നത് ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ പോകാതെ ഈ കേൾക്കുന്നത് വിശ്വാസത്താൽ നിങ്ങൾ ഏറ്റെടുത്ത് അനുസരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഇത് നിങ്ങൾക്കൊരു വിടുതലായി തീരും. ഹല്ലേലൂയ. ദൈവം വചനം അയച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആരേക്കാണ് തൊടുന്നതെന്ന് അടിയൻ അറിയുന്നില്ല, പക്ഷെ കർത്താവ് ഒരു വിടുതൽ തരും. നിങ്ങൾ എത്ര പേർ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നോ അവിടാണ് വിടുതൽ നടക്കുന്നത്. അപ്പം നമുക്ക് വിശ്വാസം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. വേദോസം പറയുന്നു. ഇവിടെ പ്രിയ അങ്കിള് അത് പറയുവാനായിട്ട് ഇടയായി. എന്തോ പറഞ്ഞേ? പാപത്തെ ഏറ്റു പറഞ്ഞേ വിശുദ്ധിയോടെ വേണം ആലയത്തിലേക്ക് കടന്നു വരുവാൻ. ഇതിന്റെ പടി അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ആ പടിയുടെ അവിടെ നിന്ന് നിങ്ങൾ ചെയ്ത പാപത്തെ മുഴുവൻ ഏറ്റു പറഞ്ഞ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കുന്ന എവിടാ? അശുദ്ധി ഉള്ളിടത്തല്ല, വിശുദ്ധി ഉള്ളിടത്താ ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ദൈവം ആരാ? ഹല്ലേലൂയ. വിശുദ്ധനായ ദൈവമാണോ പരിശുദ്ധനായ ദൈവമാണോ? ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആരാ? വിശുദ്ധൻ ആണോ? വിശുദ്ധൻ എന്നുള്ളൊരു കൈ ഒന്ന് പൊക്കിക്കേ, എന്നാലേ എനിക്ക് മനസ്സിലാവും. ആരാ? പറഞ്ഞാട്ടെ. ആരും കൈ പൊക്കുന്നില്ല. അല്ലേ? വിശുദ്ധൻ അല്ലേ? നമ്മുടെ ദൈവം വിശുദ്ധനല്ല, പരിശുദ്ധനാ. എന്നാലേ ഈ ഭൂമി പലയിടത്തും ഒക്കെ പരിശുദ്ധനായ ഡാഷ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പല സ്ഥലത്തും ഞങ്ങളുടെ തിരുവനന്തപുരത്തൊക്കെ പലയിടത്തുണ്ട് അല്ലേ? ഭൂമി ജീവിക്കുന്ന സകല മനുഷ്യനും അശുദ്ധനാ. അശുദ്ധന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുമ്പോൾ അവൻ ഒരു വിശുദ്ധനാവും. പക്ഷെ അവൻ ഒരു പരിശുദ്ധനാകുന്നില്ല. ഹല്ലേലൂയ. പരിശുദ്ധൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പാപമില്ലാത്തവൻ, പാപം എന്തെന്ന് അറിയാത്തവൻ. ഹല്ലേലൂയ. നമ്മൾ പണ്ട് പരിശുദ്ധമായ പാലെന്നൊക്കെ പറയുമായിരുന്നു അല്ലേ? ഇന്ന് പരിശുദ്ധമായ പാലുണ്ടോ? ഇന്നില്ല അല്ലേ? പക്ഷേ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവൻ, പാപം എന്തെന്നറിയാത്തവൻ. ഈ പറയുന്ന ഒരുവനെ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഓ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നോക്കിക്കേ, ആ ദൈവത്തിന്റെ അടുക്കലെ നിങ്ങൾക്കൊരു വിശുദ്ധിയെങ്കിലും ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ഒരു വിശുദ്ധിയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നിടത്താ തമ്പുരാൻ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ അല്ലേ? എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയും, ജീവിതത്തിൽ പ്രവൃത്തിയിൽ ഇല്ലെങ്കിൽ ഹല്ലേലൂയ, അവിടെ കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായിരിക്കണം ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധിയിൽ നിന്നാലുണ്ടല്ലോ എന്താ സംഭവിക്കുന്നറിയോ? 5 രോഗത്തിന് ദൈവം എനിക്ക് സൗഖ്യം തന്നെ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. എനിക്ക് ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ആയിരുന്നു. എൻ്റെ ഫാദർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഒരു മാനേജരായിരുന്നു. ഇതുപോലെ എനിക്കും ഭാവിയിലാവണം. ഹല്ലേലൂയ. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന
പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 1991 കർത്താവ് എന്നെ ഒരു പിടി പിടിച്ചു. ആ പിടി ഭയങ്കരമായിട്ടൊരു പിടിയായിരുന്നു. അതുകൊണ്ട് ആ പിടി പിടിക്കാൻ നിങ്ങൾ ആരും നിൽക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വേദോസം പറയുന്നു, നിന്റെ വിശുദ്ധ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾ കൈ ഉയർത്തി സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ നിന്റെ കരം വിശുദ്ധമല്ലെങ്കിൽ ഉയർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കൈ കൊണ്ട് കൈക്കൂലി വാങ്ങുന്ന കൈയാണെങ്കിൽ ഇത് വിശുദ്ധിയുള്ള കൈയാണോ? ഈ കൈ കൊണ്ട് ഒരുത്തനെ തല്ലിയ കൈയാണെങ്കിൽ ഇത് വിശുദ്ധമുള്ള കരമാണോ? അപ്പോൾ വിശുദ്ധ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായി തീർന്ന്, ഹല്ലേലൂയ, ഈ കൈ വെച്ചാൽ നിന്റെ കാലിലെ രോഗം മാറും. കാലിലെ 6 മുഴ സ്വർഗത്തിലെ ദൈവം മാറ്റി. ഹല്ലേലൂയ. കാലിലെ മന്ത് ദൈവം മാറ്റി. അങ്ങനെ 4-5 രോഗത്തിന് ഈ കർത്താവ് സൗഖ്യം തന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആ ദൈവം ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. നിങ്ങളെ തൊടുവാൻ ഈ കർത്താവ് നമ്മുടെ മധ്യേ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? സന്തോഷമുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ വേദോസം എന്താ പറയുന്നേ? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. സ്റ്റേജിൽ നിന്ന ദൈവദാസൻ മടുപ്പ് കൂടാതെ, ഹല്ലേലൂയ, ക്ഷീണം വരാതെ ദൈവത്തെ ശക്തമായി പാടി സ്തുതിച്ചപ്പോൾ, ഹല്ലേലൂയ, ഞാൻ അവിടുന്ന് ദൈവത്തെ സ്തുതിക്കുവാണ്. കർത്താവേ, ഇങ്ങനെയുള്ളവർ മുന്നോട്ട് ഉയർന്നു വരണം. ഹല്ലേലൂയ. അല്ല ചുമ്മാ തണുത്തും എന്തെങ്കിലും കഥയും പറഞ്ഞ് നിൽക്കുന്നവരല്ല നമുക്ക് ആവശ്യം. നമുക്കല്ല കർത്താവിന് ആവശ്യം. കർത്താവിന് ആവശ്യം കർത്താവിന് വേണ്ടി എരിഞ്ഞു ജ്വലിക്കുന്നവരെ കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, മടങ്ങി വരാം. അപ്പോഴേ അവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം എന്താന്ന് കണ്ടു അല്ലേ? അപ്പം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം പുത്രന് കൊടുത്തു. പുത്രൻ ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. അല്ലേ? പക്ഷേ ഇവിടെ ഈ പ്രദർശിപ്പിച്ച് ഈ കാര്യങ്ങൾ അവിടെ കേൾപ്പിച്ചപ്പോൾ തൊട്ട് താഴെ വായിച്ചു. എന്താണെന്നറിയോ? നമ്മൾ വായിച്ച വാക്യത്തിന്റെ നഗ്ന ചുരുക്കം, ഒരു ന്യായവിധിയുണ്ട്. ഹല്ലേലൂയ. അല്ലേ? നമ്മളെല്ലാവരും ന്യായവിധിയിൽ അറ്റൻഡ് ചെയ്യേണ്ടവരാ. ഹല്ലേലൂയ. ഈ ന്യായവിധി ഞാൻ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ പ്രിയ സ്നേഹിതൻ കാണത്തില്ല. ചിന്തിക്കണം. ഇത്രയും കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യ കാണത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ കാണത്തില്ല, എൻ്റെ മാതാപിതാക്കൾ കാണത്തില്ല, നിങ്ങളുടെ പള്ളിയിലെ അച്ഛൻ കൂടെ കാണത്തില്ല. ഒറ്റയ്ക്ക് നിന്ന് കണക്ക് പറയണം പുസ്തകങ്ങൾ തുറക്കുമ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ വേദപുസ്തകത്തിൽ എന്തൊക്കെ കൽപ്പന കർത്താവ് എന്നോടെ നിങ്ങളോടെ പറഞ്ഞിട്ടുണ്ടോ, ഇത് നിങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മുഴുവൻ കണക്ക് നിങ്ങളാ പറയേണ്ടത്. അല്ലേ? അപ്പൊ നമ്മൾ പറയും, അയ്യോ ഞങ്ങൾ ഇങ്ങനായിരുന്നു. ഞാൻ എല്ലാം കൂടി തെളിച്ച് പറയുന്നില്ല. ഞങ്ങൾ ഇങ്ങനായിരുന്നു, ഞങ്ങൾക്ക് അതേ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനാണ്, അല്ലേ? അല്ലെങ്കിൽ ഇത് പക്ഷെ ഇതൊന്നും അവിടെ നടക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ വേദപുസ്തകം എന്ത് സത്യം പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം അനുസരിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ദൈവം വചനം വായി തരാൻ തുടങ്ങി. ഹല്ലേലൂയ. മറ്റേത് ഒരു 50 ഷീറ്റ് പേപ്പർ എഴുതിയാലും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് കാത്തണം. ഹല്ലേലൂയ. നോക്കിക്കേ, അങ്ങനെ ഈ കർത്താവ് വിളിച്ചു വേർതിരിച്ചപ്പോൾ എന്നെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട് നിന്റെ വായിൽ തന്നിട്ടാ കർത്താവ് ഇറക്കുന്നേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിഷയം മാറിപ്പോന്നു, നമുക്ക് മടങ്ങി വരാം. അപ്പോഴേ എന്താ ന്യായവിധി എന്ന് ആദ്യം അറിയണം, അല്ലേ? ന്യായവിധിക്ക് ഒരുത്തൻ പോണമെങ്കിൽ ആ വ്യക്തി ആദ്യം ന്യായവിധി എന്താന്ന് അറിയണ്ടേ, അല്ലേ? എന്തായിരിക്കും ന്യായവിധി ഒന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് വചനം അറിയാവുന്ന ആൾക്കാരാ, അല്ലേ? സ്തോത്രം. എന്തുമായിരിക്കും ന്യായവിധി? പറയാം. എങ്ങനെ? എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം ആന്റി പറഞ്ഞ നോക്കാം നമുക്ക്. 3:19 അല്ലേ? ഒന്ന് വായിച്ചേ ഉറച്ച്. ആണോ? നോക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-19 വാക്യം ആണോ? പെട്ടെന്ന് സമയമില്ല. ആരെങ്കിലും ഒക്കെ വേറെ ബൈബിള്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവൻ വെളിച്ചത്തെക്കാൾ കൂടുതൽ ഇരുളിനെ സ്നേഹിച്ചു. പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണം, അല്ലേ? വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു, അല്ലേ? ഇരുളിനെ സ്നേഹിച്ച പലരും ഇതിനകത്തുണ്ട്. നമുക്കിപ്പോ എടുക്കുമ്പോ അറിയാം, അല്ലേ? വേദപുസ്തകത്തിൽ നോക്കാം, അല്ലേ? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം
ഇരുളിനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. 2025 വർഷത്തിനു മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ചാട്ടാ കൊണ്ട് അടികൊണ്ട് കുന്തം കൊണ്ട് കുത്തി ശരീരം മുഴുവൻ ഉഴവ് ചാൽ പോലെ അടിച്ച് പൊട്ടിച്ച് ഒലിച്ച് ഈ ത്യാഗം മുഴുവനും എനിക്കും നിങ്ങൾക്കും വേണ്ടി സഹിച്ച് കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടും നിങ്ങൾ സത്യ ദൈവമായിരിക്കുന്ന വെളിച്ചത്തെ അറിയാതെ നിങ്ങൾ ഇന്നും ഇരുളിനെ സ്നേഹിച്ചവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയാണ് ന്യായവിധി. ഹല്ലേലൂയ. ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഹല്ലേലൂയ. മനസ്സിലാകാത്തവർക്ക് വേണ്ടി, ഈ വീട്ടിലെ പാറ്റയും പല്ലിയൊക്കെ ഉള്ള വീടുണ്ടല്ലോ അല്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള വീട്ടിലെ രാത്രി 12 മണിക്ക്, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് 3-4 വീട് മാറി, അതിലെ ഒരു വീട്ടില് രാത്രി അത്യാവശ്യം ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് ഒരു 12 മണിക്ക് ലൈറ്റ് ഇട്ടപ്പോഴും ഒത്തിരി ശുദ്ധജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കസാരയുടെ കീഴിലും ഒക്കെ കയറാനുണ്ടായി. ഞാൻ അവിടുന്ന് ഒരു പാഠം പഠിച്ചു. എന്താണെന്നറിയോ? ഈ വെട്ടം ഇവർക്ക് കണ്ണിലടിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇരുട്ടിപ്പോയത്. കാരണം അവർ വെളിച്ചത്തെക്കാൾ കൂടുതൽ ഇരുളിനെ സ്നേഹിക്കുന്നു. ഓ സ്തോത്രം, ഹല്ലേലൂയ. അല്ലേ? ഈ ശുദ്രജീവികൾ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ വേദോസം എന്താ പറഞ്ഞേ? മനുഷ്യൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നു. എന്താന്ന് വല്ലോ മനസ്സിലായോ? നോക്കാം, വേദോസത്തിൽ നിന്ന് എടുത്താട്ടെ. 1 യോഹന്നാൻ 2:9 മുതൽ ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. എന്താണ് മനുഷ്യൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത്? ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:9 മുതൽ കുറച്ച് വായിക്കണേ. കണ്ടോ, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവൻ സ്തോത്രം, ഹല്ലേലൂയ. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവൻ നിന്റെ സഹോദരനെയോ സഹോദരിയോ, ഞാൻ സഹോദരിയും കൂടെ ഒന്ന് ചേർത്തതാ കേട്ടോ, കാരണം വേദപുസ്തകത്തിൽ സഹോദരൻ എന്ന് പറഞ്ഞ സഹോദരി ഉണ്ട്. ഈ വേദപുസ്തകത്തിൽ സഹോദരൻ എന്ന് പറയുന്ന ആരെയെന്നറിയോ അല്ലേ? രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ നിൽക്കുന്നവനെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് സഹോദരൻ അല്ലേ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവൻ നിന്റെ സഹോദരനെ പകയ്ക്കുന്നുവെങ്കിൽ അവൻ ഇരുട്ടിൽ വസിക്കുന്നു. ഹല്ലേലൂയ. എന്താണെന്നറിയോ? നിന്റെ ഒരു സഹോദരനോ സഹോദരിയോ ഒരു ബുദ്ധിമുട്ട് വന്ന് വീട്ടിലായിരിക്കുന്നെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് പോയി കണ്ട്, ചേട്ടാ അച്ചായ, ഞാൻ തിരുവനന്തപുരം ചേട്ടൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം അതാവായി അച്ചായ പ്രശ്നമില്ലെന്ന്, നമുക്കിതിനൊക്കെ ഒരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരന്റെ കാര്യം സഹോദരി ആദ്യം പറയുന്നത്, പിന്നെ നമുക്ക് മറ്റേത് കിടക്കാം. ഇങ്ങനെയുള്ള വ്യക്തിയെ ഒന്ന് പോയി കാണുകയോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്ന് ചെയ്തു കൊടുത്ത് അവരുടെ പുറത്തൊന്ന് തട്ടി ഒന്ന് സ്നേഹിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ പകുതി അസുഖം മാറും. അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു അല്ലേ? ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വിഷക്കാരി വീട്ടിൽ വന്നു. അപ്പോൾ വിഷക്കാരി വീട്ടിൽ വന്നപ്പോഴേ അവർ വാതിക്കെ നിൽക്കുക. അവർ വന്നിട്ട് ചോദിച്ചു, എൻ്റെ മോള് ഹോസ്പിറ്റലിലാണ്. എന്തുവാ? ഞാൻ ചോദിച്ചു അസുഖം. ഓ അതൊന്നുമല്ല, പ്രഗ്നൻ്റ് ആണ്, അവൾ അടുത്ത ആഴ്ച ഡിസ്ചാർജ് ചെയ്യും. അപ്പോഴേ ഇവളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു പിരിവിന് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു, അതിനെന്തിനാ സഹോദരി വിഷമിക്കുന്നേ? നമുക്ക് ഡിസ്ചാർജ് ചെയ്യാവുന്ന അല്ലേ? നമുക്ക് വണ്ടിയുണ്ട്, കൊണ്ടുപോവാം, പോരെ. അവർ കരയാൻ തുടങ്ങി. അയ്യോ, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയുന്നേ? ഞാൻ വല്ലതും പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത്, ഇന്ന് വരെ എന്നെ സഹോദരി എന്ന് വിളിച്ച ഒരാളില്ല, ആകെ ഏകനായ ഒരു വ്യക്തി ഞാനേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ നിങ്ങൾ കാണുന്നവരെ സഹോദരൻ സഹോദരിയായി മാറും. എന്താണെന്നറിയോ? അസ്ഥിയോട് അസ്ഥിയും മാംസത്തോടെ മാംസവുമായിരിക്കുന്ന നിങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഈ സ്നേഹിക്കാൻ പറ്റാത്തവൻ എങ്ങനെ സ്വർഗത്തിൽ കടക്കും? ഇതാ പറഞ്ഞ, അവൻ ഇരുളിൽ അവസിക്കുന്നത്. അവർ കരയാൻ തുടങ്ങി. 2 ഞാൻ പറഞ്ഞു, ദാണ്ട് ഈ കസാരയും മേശയും നിങ്ങൾക്ക് ഇരിക്കാനുള്ളതാ, നിങ്ങൾക്ക് വേണ്ടി മേടിച്ചിട്ടിരിക്കോ, കേറിയിരുന്നാട്ടെ. വീണ്ടും അവർ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നില്ല, ഇവിടെ അങ്ങ് ഇരുന്നോളാം. ഓക്കെ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതൊക്കെ കേട്ടു. പക്ഷേ അതിൻ്റെ പിരിവിന് വന്ന, പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണെന്നറിയോ? യേശു ആരാണ്, ഈ സുവിശേഷം ഒന്ന് പറഞ്ഞു കൊടുത്തു. കാരണം ഇത് അറിഞ്ഞിട്ട് പൈസ കൊടുക്കുന്നില്ല, സന്തോഷം അല്ലേ? ആണോ? അങ്ങനെയാ വേണ്ടത്. ഹല്ലേലൂയ. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവര് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ കൈക്കൊണ്ടു. ഈ കൈക്കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അല്ല നമ്മൾ വന്ന വിവരം മറന്നുപോയി അല്ലേ? എന്തുവാ? പൈസ. അപ്പൊ അവര് പറഞ്ഞു,
യേശു എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒന്ന് മാറിപ്പോയി. ഈ യേശു വന്നപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു വ്യത്യാസം പോലെ വന്നു. ഹല്ലേലൂയ. എന്താണെന്നറിയോ? ആ ഉള്ളി ഇരുന്ന ഈവിൾ സ്പിരിറ്റിനെ ഇറക്കി വിട്ട് സർവശക്തനായ കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടപ്പോൾ ആ സഹോദരിക്ക് ഒരു പശ്ചാത്താപം വന്ന്, കുറ്റബോധം വന്ന്, മാനസാന്തരം വന്നപ്പോൾ ഹല്ലേലൂയ, അവരാരായി തീർന്നു? പുതിയ സൃഷ്ടിയായി തീർന്നു. പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ അവർ പറയുക, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കള്ളമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവദാസൻ പശ്ചാത്താപമൊക്കെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു. ഞാൻ അവിടെ ഇരുന്നെങ്കിൽ ഈ പറയുന്ന എല്ലാം ശ്രദ്ധിച്ചായിരുന്നു. അല്ല ചുമ്മാതെ അവിടെ കണ്ണടച്ച് ഉറക്കം തൂങ്ങിയിരിക്കുമല്ല. ഈ പറയുന്നത് എന്താന്ന് നമുക്കൊന്നും അറിയണ്ടേ? നമുക്കുള്ള ദൂത് വല്ലതും ഉണ്ടെങ്കിൽ കേൾക്കണ്ടേ? ഹല്ലേലൂയ അല്ലേ? സഹോദരി പറയാണ്, എനിക്കൊരു മോളും ഇല്ല, ഇങ്ങനൊരു സംഭവമില്ല, കള്ളത്തരാ പറഞ്ഞ്. പക്ഷേ സത്യ ദൈവം വെളിച്ചം തൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ, ഹൃദയത്തിൽ നിന്ന് ഇരുളും മാറിയപ്പോൾ ഞാൻ പറഞ്ഞത് കള്ളമാണ്. ഇതാണ് ശരിക്കൊരു മാനസാന്തരം. ഹല്ലേലൂയ. ഇങ്ങനൊരു മാനസാന്തരം വന്നിട്ടുണ്ടോ? ഒന്ന് ഇത് ചോക്ക് അല്ലേ? അത് കഴിഞ്ഞപ്പോൾ അവര് പറയുക, അങ്കിളിന് വേണ്ടി എന്തോ ഒരു വാക്ക് ഉപയോഗിച്ചു, ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. ഇനി എനിക്കൊന്നും വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം. എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരാളെയും കൂടെ എനിക്ക് കിട്ടി. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, എത്രയോ പേർ നിങ്ങളുടെ വീട്ടിൽ വന്നു അല്ലേ? പൈസ കൊടുക്കാതെ ഓടിച്ചതുണ്ട്, ഓടിക്കോ എന്ന് പറഞ്ഞതുണ്ട് അല്ലേ? ഇന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറ്റാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ അവരെ വെളിയിരുത്തി, നിങ്ങൾ കുടുംബമായി ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ, കാരണം വരുന്ന ആൾക്കാരെ നമുക്കറിയാൻ പറ്റത്തില്ല അല്ലേ? നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നെങ്കിൽ സുവിശേഷം പറഞ്ഞാൽ അനേകര് പാപത്തിൽ നിന്ന് ദൈവഭാഗത്തേക്ക് കടന്നു വരും. സ്തോത്രം, ഹല്ലേലൂയ അല്ലേ? അപ്പോഴേ ഞാനിവിടെ പറഞ്ഞത്, ഇന്ന് അനേകർ ഇരുട്ടിൽ വസിക്കുക. എന്തോ ഇരുട്ട്? പാപത്തിന്റെ ഇരുട്ട്, സഹോദരനെ സ്നേഹിക്കാൻ പറ്റാതെ. ഇനി 1 യോഹന്നാൻ 1:6-7 കൂടെ ഒന്ന് വായിച്ചേ. അവിടെ എന്താ പറയുന്നതെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. കണ്ടോ, യേശുവിനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും എങ്ങനെ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു എന്നാ പറയുന്നത്. എന്താണെന്നറിയോ? ഇത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. അവൻ എന്ന് ഉദ്ദേശിച്ചത് അവിടെ യേശുവിനോട് കൂട്ടായ്മയുണ്ടെന്ന് ഒരുത്തൻ പറയുകയും, അവൻ ഈ പറയുന്ന ഒരു കൂട്ടായ്മ ഇല്ലാതെ തോന്നിവാസം നടന്നാൽ അവൻ കള്ളം പറയുന്നു എന്നാ വേദോസം പറയുന്നത് അല്ലേ? അതിനെക്കുറിച്ച് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് കിടപ്പുണ്ട്. എനിക്കതൊക്കെ പറയണമെങ്കിൽ സമയമില്ല. അതുകൊണ്ട് ഞാൻ അത് അവിടെ അങ്ങ് നിർത്തിയിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുക അല്ലേ? അപ്പോഴേ ഈ പറയുന്ന രീതി പോകുന്നവന് ഒരു ന്യായവിധിയുണ്ട്. മനസ്സിലായോ? ഇനി അടുത്ത ചിന്തിക്കാൻ പോകുന്ന എന്തു അറിയോ? ഈ ന്യായവിധി എപ്പോഴാണ് നടക്കുന്നത് അറിയണ്ടേ? എപ്പോഴാണ് ഈ ന്യായവിധി നടക്കുന്നത്? ഹല്ലേലൂയ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എടുത്താട്ട് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 ബാക്കി ഒന്ന് വായിച്ചേ. 1 തെസ്സലോനിക്കർ 4:16-17. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേക്കും. അവിടെ ഒരു വലിയ വിഷയം കിടപ്പുണ്ട്. എന്താ എഴുതിയെന്നറിയോ? ക്രിസ്തുവിൽ മരിച്ചവർ. അല്ലേ? ഞാൻ ചോദിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ക്രിസ്തുവിലാണോ മരിച്ചത്? അത് നമ്മളെല്ലാവരും അങ്ങ് വിധി എഴുതി ഇല്ലേ? ഇപ്പൊ എൻ്റെ വല്യപ്പച്ചനുണ്ടായിരുന്നു, മരിച്ചു. നമ്മളങ്ങ് പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചെന്നാ. പക്ഷെ ഞാൻ വചനം പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഉള്ളതങ്ങ് പറയാം, നമുക്ക് പണം കണ്ട കാര്യമൊന്നും അല്ലേ? ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവേ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തമ്പുരാൻ ഇങ്ങനെ തന്നോണ്ടിരിക്കുക. ഈ തരുന്ന കാര്യം തമ്പുരാൻ തരുന്നതാ. മനസ്സിലായല്ലോ? അല്ലാതെ 500 പുസ്തകം വായിച്ചിട്ട് തയ്യാറാക്കുന്നതല്ല. ഹല്ലേലൂയ. മനസ്സിലായല്ലോ? നമുക്കാവശ്യം എൻ്റെ കൂടെ കർത്താവാ സംസാരിക്കേണ്ടത്. ഹല്ലേലൂയ. അല്ലാതെ വേറെയുള്ള സംഭവങ്ങളല്ല വേണ്ടത് അല്ലേ? ദൈവം സംസാരിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ആന് കൃത്യ ഉത്തരം തരും. ഈ വെളിപ്പാട് പുസ്തകം മൊത്തം കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ അല്ലേ? പണ്ട് വെളിപാടെന്നും പറഞ്ഞോണ്ടിരുന്ന കേട്ടിട്ടില്ലേ? പല ആൾക്കാരൊക്കെ സ്റ്റേജിലോട്ട് കയറി വെളിപാട്. ഈ വെളിപാടുമായിട്ടിരുന്ന എന്നെ തമ്പുരാൻ പഠിപ്പിച്ചപ്പോ ഹല്ലേലൂയ അതിൻ്റെയൊക്കെ അർത്ഥം കണ്ടപ്പം കർത്താവേ, ഞാൻ ഈ രീതി പോയ മറ്റേടത്ത് കാണത്തില്ല, നരകത്തിലേ പോകും. എനിക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ ഞാനും എൻ്റെ ഞങ്ങൾ രണ്ടുപേരും വചനം പ്രസംഗിക്കുന്ന ആൾക്കാരാട്ടോ. അങ്ങനെ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആയി തീർന്നു. കൃത്യം 7 മണിയാകുമ്പം കുഞ്ഞുങ്ങളും ഒരുമിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കും. അത് 1-2 പാട്ടൊന്നുമല്ല, ഈ പറയുന്ന പോലെ പാടി ആരാധിച്ച് ഇതൊക്കെ കഴിഞ്ഞേ ഉള്ളൂ.
മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഈ ഒരു അനുഭവത്തിൽ നിങ്ങളും വരണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളും വരണം. വന്നാൽ എന്താ സംഭവിക്കുന്നേ? അടയ്ക്കയാണെങ്കിൽ മടി വയ്ക്കാം, അടയ്ക്കാ മരമാണെങ്കിലോ പ്രയാസമോ. തിരുവനന്തപുരത്ത് അനേക അടയ്ക്കാ മരത്തിൻ്റെ അടുത്താണ് ഇപ്പൊ സുവിശേഷം പറയാൻ പോകുന്നത്, അല്ലേ? ചിലവരവിടെ നിൽക്കും, ഇറങ്ങി പോടാന്ന് പറയും. ഇഷ്ടം പോലെ ഒരാൾ തല്ലാൻ വന്നു, തെറി വിളിച്ചു, ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇടയിൽ ഞങ്ങൾ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു. അത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരു ടീമായിട്ട് ഇപ്പൊ നമ്മൾ ആത്മീയമായിട്ട് വചനമൊക്കെ ഇട്ട് ഇപ്പൊ എല്ലാവരും സ്വർഗത്തിൽ പാൻ റെഡി ആയിരിക്കും, അല്ലേ? ഈ സ്വർഗത്തിൽ പാൻ റെഡിയായിരിക്കുന്നവർക്ക് ഒരു ദൂത് തരാം. എന്താണെന്നറിയോ? യെഹെസ്കേൽ പ്രവചനം 3:18 എടുക്കണ്ട, ഞാൻ അങ്ങ് പറഞ്ഞോളാം, സമയമില്ലാത്തതുകൊണ്ട്. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനോട് വചനം പറയാതിരുന്നാൽ ദുഷ്ടൻ അവന്റെ പാപത്തിൽ മരിക്കും. ദുഷ്ടൻ മീൻസ് യേശുവിനെ അറിയാത്തവൻ അവന്റെ പാപത്തിൽ മരിക്കും. അവന്റെ രക്തത്തിന്റെ കണക്കോ ആരോടെ ചോദിക്കുന്ന എഴുതിക്കുന്നേ? അനിൽ സാറിനോട് ചോദിക്കുന്നാന്നോ? ഇവിടെ അറിയാവുന്ന ആൾക്കാരുണ്ട്, അല്ലേ? നമ്മോട് ചോദിക്കുമോ? നമ്മൾ പണ്ട് പറയുന്നത് എന്തോന്നറിയോ? ഞങ്ങൾ ഇച്ചിരി പൈസയൊക്കെ തരാം ദൈവദാസന്മാർക്ക്, നിങ്ങൾ പോയി അങ്ങ് പ്രവർത്തിച്ചോ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഇത് ഞങ്ങൾക്കുള്ള ഡ്യൂട്ടിയല്ല. പണ്ട് അറിവില്ലായ്മയുടെ കാലത്താണ് പറയുന്നത്. ഇത് അച്ഛൻ്റെയും കപ്പിയാരുടെയൊക്കെ ജോലിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു, അല്ലേ? ഉപദേശിയുടെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല വേദോസം പറയുന്നത്. ഓരോ ക്രിസ്ത്യാനി, ഞാൻ ഇച്ചിരി അഡ്വാൻസാണ് പറയുന്നത്, അല്ലേ? ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷ വേലക്കാരൻ. അത് മാത്രം പോരാല്ലോ, നമ്മുടെ സഹോദരങ്ങളായിരിക്കുന്ന ഓർത്തഡോക്സ് മറ്റ് സഭകളൊക്കെ അല്ലേ? അതായത് ഓരോ ക്രിസ്ത്യാനിയും ഓരോ സുവിശേഷ വേലക്കാരനായിരിക്കണം. ഹല്ലേലൂയ, അല്ലേ? അപ്പം നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിലോ തൊട്ട് താഴെ കിടപ്പുണ്ട് അവന്റെ രക്തത്തിന്റെ കണക്കോ ഞാൻ നിന്നോട് ചോദിക്കും, അല്ലേ? അനിൽ സാറിനോടോ എന്നോടോ ചോദിക്കുന്നല്ല, നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരനോടും പണിക്കാരോടും ഒക്കെ ആദ്യം സുവിശേഷം പറയും. ഈ സുവിശേഷം കേട്ട ഒരു ഗുണമുണ്ട്, എന്താണെന്നറിയോ? നാളെ പിന്നെ അവൻ കളിപ്പിക്കത്തില്ല. നിങ്ങൾ പണി ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഒക്കെ പോയി വൈകിട്ട് വരുമ്പോൾ കൃത്യം പണി ചെയ്തിരിക്കും. ആൾക്കാരുണ്ട്, നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ. നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന ആൾക്കാർ. ഞങ്ങൾ പണ്ട് സുവിശേഷം പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്ന ഒരാൾ ഇന്ന് കോട്ടയത്ത് മൈക്കെടുത്ത് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ, കുടുംബമായിട്ട്. അങ്ങനെ പാസ്റ്റർമാരുണ്ട് പലയിടത്തും പ്രസംഗിക്കും. പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന കുഞ്ഞുങ്ങളാണ്, അല്ലേ? അവർ ഓരോ നിലകളിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ എന്താ അവിടെ പറഞ്ഞേ? അപ്പോഴേ ഈ കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേക്കും. അപ്പൊ ക്രിസ്തു മരിക്കണമെങ്കിൽ എന്താ വേണം? ഒരുവൻ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ പ്രത്യാശ ഉള്ളവനായിരിക്കണം, ക്രിസ്തുവിൽ വിശ്വാസം ഉള്ളവനായിരിക്കണം, ക്രിസ്തുവിന്റെ കൽപ്പന പ്രമാണിക്കുന്നവനായിരിക്കണം. ഇങ്ങനെയുള്ളവനാ ക്രിസ്തുവിൽ മരിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ അവർ ഉയർത്തെഴുന്നേക്കും. വേദോസം പറയുന്നു, ദൈവ കൽപ്പന പ്രമാണിക്കുന്നവനെ ഒരു ദോഷവും വരത്തില്ലെന്ന്, അല്ലേ? വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങളൊന്ന് പ്രമാണിച്ചു നോക്ക്, ഒരു ദോഷം വരാതെ ദൈവം നിർത്തും. ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, അല്ലേ? അങ്ങനെ വരുമ്പോ ഭയങ്കര വില കൊടുക്കണം, അല്ലേ? അപ്പം വിളിച്ചു പറഞ്ഞു അടുവെന്ന്, മോനെ നീ വരുമ്പോഴേ എന്തുവാ ഒരു സാധനം മേടിച്ചോണ്ട് പോവാ. ഞാൻ അങ്ങ് മറന്നുപോയി. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് അപ്പം ചോദിച്ചു, എന്തിയേ പറഞ്ഞ സാധനം? അയ്യോ കടയിലില്ലായിരുന്നു. അങ്ങനെയല്ലേ നമ്മൾ കള്ളം പറയുന്നേ? ശരിക്കും അവൻ മറന്നുപോയി, അല്ലേ? അപ്പനോട് പറഞ്ഞ ഞാൻ മറന്നുപോയി. ചിലപ്പോൾ 2 അടി ഉള്ളുമായിരിക്കും. എന്നാലും നമ്മുടെ വീട്ടിൽ ഇപ്പോഴും അടിക്കാൻ റെഡിയായി നിൽക്കുമോ? വടി കൈയൊക്കെ എടുത്താണ് അടിക്കുന്നത്. അത് എവിടെ അടി കിട്ടുന്നതെന്ന് ഇപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടോണോ എല്ലാവരും? ഏതാ നമ്മുടെ അപ്പച്ച വല്യപ്പൻ അല്ലേ? അല്ല, സോറി, കർത്താവ്. അപ്പോഴേ ഇവിടെ പറഞ്ഞ എന്താ? ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേക്കുക. അപ്പം ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, അല്ലേ? അത് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, 1 ജനിച്ചവന് 2 മരണം. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? 2 ജനിച്ചവന് 1 മരണം. നീ ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്യുക. എന്താണെന്നറിയോ? നമ്മുടെ കാലയളവിൽ കർത്താവ് വരുന്നെങ്കിൽ നിനക്ക് മരിക്കാതെ പറക്കാം. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്ന ഞങ്ങളുടെ കാലയളവിൽ കർത്താവ് യേശു ക്രിസ്തു വരുന്നുവെങ്കിൽ പെട്ടി മേടിക്കാതെ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടാൻ സാധിക്കും. ഹല്ലേലൂയ, അല്ലേ? നമ്മൾ രൂപാന്തരപ്പെടുവോ? അതാ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്, അല്ലേ? അപ്പോഴേ ഇവിടെ നമ്മൾ കേട്ടത് എന്താന്ന് ചോദിച്ചാൽ, കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, അല്ല, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ഭൂമിയിലായിരിക്കുന്നവരോ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടും. ഹല്ലേലൂയ. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 9:27 വായിച്ചാൽ, ഒരിക്കൽ മരിക്കുകയും പിന്നെ നിങ്ങൾക്ക് ന്യായവിധി. നിങ്ങൾ എന്ന് ഇവിടുന്ന് മാറ്റപ്പെടുന്നോ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്കുള്ളത് എന്താണെന്നറിയോ? ന്യായവിധിയാണ്.
വായിച്ചെന്ന് ഉണ്ടോ നോക്കാം അല്ലേ? ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നോക്കി, എബ്രായർ 9:27 പെട്ടെന്ന്. ഒരിക്കൽ മരിക്കുകയും മനുഷ്യർക്ക് അത്രയും മതി. ഒരിക്കൽ മരിച്ചാൽ അടുത്ത സ്റ്റെപ്പ് പിന്നെ അവൻ ന്യായവിധിക്കായിട്ടാ പോകുന്നത്. പിന്നെ ഇടയ്ക്ക് അവന് ഒരു പ്രോസസ്സും ഇല്ല. പിന്നെ ഒരു മാനസാന്തരം വരാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഇരുന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അവനൊരു വിടുതലും കിട്ടത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ പെട്ടിയിൽ കയറുന്നതിന് മുമ്പ് എന്തോ ചെയ്യണം? മാനസാന്തരപ്പെട്ടേ പെട്ടി കയറാൻ പറ്റും. കയറാവും. നടക്കുമോ? കാരണം നമ്മുടെയൊക്കെ പെട്ടിയായിരിക്കും പലയിടത്തും ഇപ്പം ആണി അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ചെറുപ്പക്കാരാ മരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് ഭൂമിയിൽ എത്ര മരണമുണ്ട്? അതൊന്നും അറിഞ്ഞു പോകുന്നത് നല്ലതല്ലേ? എത്ര മരണമുണ്ട്? ഒരു മനുഷ്യന് ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന് എത്ര മരണമുണ്ട്? 2 മരണം. പിന്നെ വേറെ പറഞ്ഞാട്ട് പെട്ടെന്ന് പറ, സമയമില്ല. എങ്ങനെ ഓരോ പാപത്തിനും ഓരോ മരണം. ഓക്കെ. എൻ്റെ ദൈവമേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ എത്ര മരണം? എൻ്റെ കാര്യമാണേ പറഞ്ഞേ. എത്ര മരണം കാണുമോ എന്തോ. അയ്യോ, ഞങ്ങളെ പേടിപ്പിക്കല്ലേ. ഓക്കെ. അപ്പം ഭൂമിയിൽ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ പ്രിയ ആൻറ്റി പറഞ്ഞു 2 മരണം അല്ലേ? അതിന് വ്യത്യസ്തമായ ആൻസർ ആർക്കെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ? ആർക്കുമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ പോവാ. ഭൂമിയിൽ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് 3 മരണമാവുള്ളത്. നമുക്ക് ബൈബിളിൽ തെളിയിച്ചിട്ടേ പോകൂ കേട്ടോ, പേടിക്കണ്ട. 3 മരണമുണ്ട് അല്ലേ? അങ്കിൾ പറഞ്ഞത് സമയം വരും. ഞാൻ ചോദിക്കട്ടെ, ദൈവ ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും സൃഷ്ടിച്ചാക്കിയപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞേ? ഈ കാണുന്ന എല്ലാ വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ ഇന്ന പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ മരണം എന്താണെന്നറിയോ? വീണ് പടഞ്ഞ് മരിക്കുന്ന മരണമല്ല. ദൈവം മണ്ണിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ പാപം ചെയ്തപ്പോൾ അവനിൽ ഊതിയ ദൈവ തേജസ്സും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞേ, തിന്നുന്ന നാളിൽ മരിക്കും. ആത്മീയ മരണം, സ്പിരിച്വൽ ഡെത്ത്. There are 3 types of death: spiritual death, physical death, eternal death. അങ്ങനെ 3 മരണമാ വേദോസം പറയുന്നത്. അപ്പോഴേ അവർ അവിടെ പാപം ചെയ്തപ്പോൾ തന്നെ ആത്മീയ മരണം സംഭവിച്ചു. വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം താഴോട്ട് പഠിച്ചാൽ അവിടെ കിടപ്പുണ്ട്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. എന്നതിന്റെ അർത്ഥം എന്തോ? ഭൂമി ജീവിക്കുന്ന എല്ലാവരും മരിച്ചവരാ. പക്ഷേ ഈ വ്യക്തിക്ക് എന്താ സംഭവിക്കണ്ടേ? അതുകൊണ്ടാണ് നിക്കോദോമസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് വീണ്ടും ജനനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. അപ്പൊ പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഒരുവൻ സ്വീകരിക്കുമ്പോൾ അവന്റെ ആത്മീയ മരണത്തിൽ നിന്ന് വിടുതൽ കിട്ടി. അപ്പൊ 1-ാം മരണം കഴിഞ്ഞേ. 2-ാം മരണം ഏറിയാൽ 70-80 അല്ലേ? അത് കഴിഞ്ഞ കാറ്റ് പോവും അല്ലേ? മരണം അത് കർത്താവ് വെച്ചിരിക്കുക. അതിൻ്റെയൊക്കെ പിന്നെ ഒത്തിരി ചരിത്രമുണ്ട് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് അതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ 80, 70, 80 എന്തുകൊണ്ട് വന്നു? പണ്ട് 120 സംഭവിച്ച കാര്യം വേദോസത്തിലുണ്ട്. ഇതൊക്കെ പറയണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ സമയമില്ലല്ലോ, നമുക്ക് ഇന്നുകൊണ്ടെല്ലാം തീർത്ത് പോകാൻ പറ്റത്തില്ല. നമുക്കിനി ഏതെങ്കിലും അവസരത്തിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും ചിന്തിക്കാം. അപ്പോഴേ എന്താ പറഞ്ഞേ? പാപം ചെയ്തപ്പോൾ പാപത്തിൽ നിന്ന് ഒരുവന് വിടുതൽ കിട്ടുമ്പോൾ ആത്മീയ മരണത്തിൽ നിന്ന് അവന് വിടുതലായി. പിന്നെ പ്രായമാകുമ്പം മരിക്കുന്ന രണ്ടാമത്തെ മരണം. 3-ാമത്തെ മരണം എന്തോന്നറിയോ? നിത്യമരണം, എറ്റേണൽ ഡെത്ത്. ധനവാൻ പോയതുപോലെ അങ്ങേർക്ക് ഇനി ഒരിക്കൽ പോലും മോക്ഷം കിട്ടത്തില്ല. അയാൾ യാതനാ സ്ഥലത്ത് ഇനിയും വരുമ്പോൾ നിത്യനരകം. മനസ്സിലായല്ലോ? ഇതാണ് നിത്യനരകം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? വേദപുസ്തകം ഇതിന് 2-ാം മരണം എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് 2 മരണമേ ഉള്ളത്. പക്ഷേ 1-ാം മരണത്തിന് വ്യക്തമായി വേദോസം എടുത്തു പറയാത്തതുകൊണ്ടാണ് നമ്മൾ പലരും വിട്ടുപോകുന്നത്. അപ്പം ആത്മീയ മരണം, അതിൽ നിന്ന് പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുമ്പോൾ ആത്മീയ മരണത്തിൽ നിന്ന് വിടുതല്, പിന്നെ പ്രായമായിട്ടുള്ള മരണം, പിന്നെ ക്രിസ്തുവിനെ അറിയാതെ ദൈവത്തെ കൈക്കൊള്ളാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അവന് ലഭിക്കുന്ന നിത്യമരണം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ നരകം ദൈവം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? അതറിയോ? നമ്മളെ ഇടാനാണോ? അല്ല. പിന്നെ ആരെ ഇടാനാ? സാത്താനെയും അവന്റെ ടീം മെമ്പേഴ്സിനെയും. മത്തായിയുടെ സുവിശേഷം 25 താപ്പോട്ട് പഠിച്ച് അവിടെ കിടപ്പുണ്ട്. സാത്താനെയും അവന്റെ കൂട്ടത്തിലുള്ള മെമ്പേഴ്സിനെയും എന്ന് പറഞ്ഞാൽ
ഈ സാത്താനെ കുറിച്ച് പഠിപ്പിക്കുമ്പം ആരാണ് സാത്താൻ, സാത്താൻ എങ്ങനെ ഉണ്ടായി, ഒരു വലിയ മെസ്സേജാണ്. അത് ശരിക്കും നമ്മളൊന്ന് അറിയണം, നമുക്കതിപ്പം പറയാൻ പറ്റുന്നില്ല. ആ മെസ്സേജിൽ കൂടെ നമുക്ക് എങ്ങനെ സാത്താൻ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ അവനെ വെട്ടി നിലത്തിട്ടു എന്നാണ് വേദോസ്തവം പറയുന്നത്. അവനെ അവൻ്റെ ടീം മെമ്പേഴ്സിന് ഇടാൻ ദൈവം നരകമുണ്ടാക്കിയത്. പക്ഷേ നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ ഇടാനല്ല. എന്നാൽ എടുത്താട്ടെ യോഹന്നാൻ 12:48 വായിച്ചാട്ടെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം ഉറച്ചു വായിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ഉണ്ടോ ന്യായം വിധിച്ചിട്ട് അവനെ ഇടാൻ ആ ദൈവം നരകം ഉണ്ടാക്കിയത് അല്ല. അപ്പം ഒരുത്തൻ പറയുകയാണ്, എനിക്ക് ഈ ദൈവത്തെ വേണ്ട, ഞാൻ ഇഷ്ടംപോലെ വചനം കേട്ടു, പക്ഷേ എൻ്റെ കർത്താവിനെ അനുസരിച്ച് ഞാൻ ജീവിക്കത്തില്ല. എന്നാണ് ഈ ഇടയ്ക്ക് യൂട്യൂബിൽ ഒരാൾ പിന്മാറിപ്പോയി. 14-30 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കുവാനായിട്ട് വലിയ ദുഃഖം തോന്നി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എനിക്ക് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് ആ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ദൈവ കൽപ്പന പ്രമാണിക്കാതെ ഒരുവൻ പോയാൽ അവന് ന്യായവിധിയുണ്ട്. ന്യായവിധി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇടത്തും വലത്തും നിൽക്കുന്നവരെ ഡിവൈഡ് ചെയ്തിട്ട് വലത്ത് നിൽക്കുന്നവരുടെ സ്വർഗവും മറ്റവർക്ക് നാശവും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മളെ ഇടാനല്ല ദൈവം നരകം സൃഷ്ടിച്ചത്. പക്ഷെ ഒരുവൻ കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് ദൈവ കൽപ്പന പ്രമാണിക്കാതെ പാപം ചെയ്ത് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാൽ നിങ്ങളും അവിടെ പോവും. കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? വലിയ വിഷയമാണ്. വില കൊടുത്തേ കയറാൻ പറ്റൂ, അല്ലേ? നല്ല വില കൊടുത്തേ പറ്റൂ. ചുമ്മാതൊന്നും ഇതിനകത്ത് പോകാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും ജീവിതം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കാരണം വേദോസ്തവം പറയുന്നു, ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം. നിങ്ങൾ എത്ര ഫിൽട്ടർ ചെയ്താലും ഇത് പാപ സ്വഭാവമുള്ള ജഡമാണ്. അതുകൊണ്ടായി ജഡത്തോടു കൂടി സ്വർഗത്തിൽ പോകാൻ പറ്റാത്തത്. അതുകൊണ്ട് ജഡത്തെ ഫിൽട്ടർ ചെയ്തെടുക്കണമെങ്കിൽ വളരെ വില ഇതിന് കൊടുക്കണം. അതിന് അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചിട്ട് അവസാനം കഷ്ടതയിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങളെ തന്നെ ദണ്ഡിപ്പിച്ചു കീഴ്പ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വടിയെടുത്ത് സ്വയം അടിച്ച് കീഴ്പ്പെടുത്തുവാണോ? അല്ല. പിന്നെ എങ്ങനെയാ? ദാണ്ടേ ഇവിടെ ഒരു ഇതുകൊണ്ട് അവിടെ ഒരു കണ്ണാടിയുടെ ബോക്സ് ഇരിക്കുന്നു, അല്ലേ? ഞാൻ ഇങ്ങനെ നോക്കിയപ്പം അത് കണ്ണിലൊന്ന് എന്തോ ഇത് ഒരു ചെറിയ പ്രലോഭനം എടുത്തോണ്ട് പോയാലോ, അങ്ങനെ ഒരു ഫോർ എക്സാമ്പിൾ ആണേ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. പണ്ടൊരു കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു തിരുവല്ലയ്ക്ക് അടുത്തൊരു മർത്തോം പള്ളിയിൽ. തിരുവല്ല ചെങ്ങന്നൂരിനടുത്ത്. അപ്പം ഞാൻ അവിടുന്ന് ഇത് ഫോർ എക്സാമ്പിൾ പറയാതെ അങ്ങ് പറഞ്ഞു. അപ്പം എൻ്റെ വൈഫ് പുറകെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പുറകെ ഇരുന്ന 1-2 സഹോദരിമാർ ചോദിക്കുന്നു, അല്ല ഈ പുള്ളിക്ക് ഇപ്പോഴും മോഷണമുണ്ടോ? അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ കണ്ണാടി എനിക്ക് പ്രമോദമൊന്നും ഉണ്ടായില്ല. ഇത് കണ്ടപ്പോൾ എടുത്താലോ എന്നൊരു ചിന്ത വരുമ്പോൾ വേദോസ്തവം എന്താ പറഞ്ഞ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ എന്താ അറിയോ? ഞങ്ങൾ സ്വയം ദണ്ഡിപ്പിച്ച് കീഴ്പ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ഈ പ്രലോഭനം കൊണ്ടുവന്ന ദുഷ്ടൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ, ഞാൻ അത് എടുക്കില്ല. ഇതാണ് സ്വയം ദണ്ഡിപ്പിച്ച് അതിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നത്. ഹല്ലേലൂയ. നോക്കിക്കേ. അപ്പൊ അങ്ങനെ പാപത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ സ്വയം ദണ്ഡിപ്പിച്ച് ആ പാപത്തിൽ നിന്ന് കറക്റ്റ് ചെയ്ത് നിത്യരാജ്യത്തിന് വേണ്ടി ഒരുക്കണം. ഹല്ലേലൂയ. അതിന് ഒരു വഴിയുണ്ട്. റോമർ 6:6. പെട്ടെന്നൊരു വാക്യം വന്നേ, ഒന്ന് വായിച്ചേ. എൻ്റെ ലിസ്റ്റിലുള്ള വാക്യമല്ല ഇത്, വേറൊരു വാക്യം. ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 6:6. റോമർക്ക് എഴുതിയ ലേഖനം 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കണം. ഈ ക്രൂശീകരണം നടക്കാതെ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഏത് നിമിഷവും പഴയ ജേക്കബ് ചാടും. ഒരു രക്ഷയില്ല, അല്ലേ? എങ്ങനെയാ ക്രൂശീകരിക്കുന്നേ? പഴയ മനുഷ്യനെ അവന്റെ പാപത്തോടു കൂടി ക്രൂശീകരിക്കണം. യേശു എന്താ കാൽവറി ക്രൂശിൽ ചെയ്തേ? അതാദ്യം മനസ്സിലാക്കണം. എന്താ ചെയ്തേ? പത്രോസിന്റെ ലേഖനം പഠിച്ചാൽ കർത്താവ് എന്താ ചെയ്തെന്നറിയോ? സകല മനുഷ്യന്റെ പാപത്തെ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിന്മേൽ കയറി. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ വാക്യം? ക്രൂശിന്മേൽ കയറി അതിനെ ക്രൂശീകരിച്ചു. ക്രൂശീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
എന്താ നമ്മൾ കുരിശൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കുന്ന ആൾക്കാരാ അല്ലേ? ഇടയ്ക്ക് കുരിശൊക്കെ ഇങ്ങനെ വരയ്ക്കുന്ന ആൾക്കാരാ. നല്ല കാര്യം അല്ല, നല്ലതെന്ന് തീർച്ചയായും പറയാറില്ല. അപ്പം ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ വേദോസം പറയുന്നത് അറിയോ? കുരിശെടുക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഈ ശാപം ഞാൻ ഒരിക്കലായി എടുത്തു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു അല്ലേ? അപ്പൊ ക്രൂശീകരിക്കുക പറഞ്ഞാൽ എന്താ? കാൽവറി ക്രൂശന്മേൽ കർത്താവ് ഇതിനെ ഇല്ലാതാക്കി. ഓ സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എന്താ ആവശ്യം? കുരിശാണോ? കുരിശി കിടന്ന കർത്താവാണോ? കുരിശിന്റെ വഴിയാ. പക്ഷെ നമുക്ക് ആവശ്യം കുരിശി കിടക്കുന്ന കർത്താവിനെയാ അല്ലേ? ഹല്ലേലൂയ അല്ലേ? അത് അന്ന് കുരിശിനെ ക്രൂശീകരിക്കാൻ ഒരു കുരിശ് തടി ഉണ്ടാക്കിയാണ് ഈ അടിച്ചു കാര്യങ്ങൾ ചെയ്തു. ഇന്ന് നമ്മൾ യേശുവിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കുരിശിനാ കൊടുക്കുന്നത്. ശരിക്കും വചനം പഠിച്ചു കഴിഞ്ഞാൽ കുരിശല്ല, കുരിശി കിടക്കുന്ന കർത്താവിനെ നമുക്ക് ആവശ്യം. ഹല്ലേലൂയ അല്ലേ? ഇതിപ്പോൾ കോമൺ മീറ്റിംഗാണ്ട് എനിക്ക് പലതും തെളിച്ച് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പറഞ്ഞു പോട്ടെ. അപ്പോഴേ യേശു ക്രിസ്തു എന്താ ചെയ്തേ? നമ്മുടെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശന്മേൽ നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് മരിച്ചു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് എന്താ ചെയ്തതെന്നറിയോ? നമ്മുടെ സകല പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടി. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് യേശുവിൻ്റെ സന്ധിയിൽ ഞാൻ ചെയ്ത പാപത്തെക്കുറിച്ച് ഒരു കുറ്റബോധം വന്നിട്ട് അത് ദൈവസന്ധി ഏറ്റു പറയണം. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്താൽ എനിക്ക് ശിക്ഷ കിട്ടുമെന്നും ഞാൻ നിത്യനാശത്തിലേക്ക് പോകുമെന്നും സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി പാപബോധം വന്ന് ഈ കർത്താവിൻ്റെ സന്ധി ഏറ്റു പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടും. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വെളിപ്പാടിന്റെ പുസ്തകം 20:12 ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ തൊട്ടുടച്ചിട്ട് മേളിലോട്ട് കയറ്റി വായിച്ചോ. 11 മുതൽ. മതി. പിന്നെ കണ്ടില്ല. നമ്മൾ അതാണൊന്ന് ചിന്തിക്കാൻ പോകുന്നത് അല്ലേ? ദൈവം ന്യായസിംഹാസനത്തിൽ ഇരുന്നപ്പോൾ അല്ലേ, അവിടെ എന്താ പറഞ്ഞേ? ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു അല്ലേ? ഈ ഇലക്ഷൻ സമയത്തൊക്കെ നിങ്ങൾ സിംഹാസനങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയൊക്കെയാ? ചുവന്ന സിംഹാസനം, പച്ച സിംഹാസനം അല്ലേ, മഞ്ഞ സിംഹാസനം, പല സിംഹാസനങ്ങൾ. പക്ഷേ ഇവിടുത്തെ സിംഹാസനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ സിംഹാസനത്തിന്റെ പ്രത്യേകത എന്നറിയോ? വലിയൊരു വെള്ള സിംഹാസനം കണ്ടു അല്ലേ? വെള്ളയുടെ പ്രത്യേകത എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? നിർമ്മലത, പവിത്രം, വിശുദ്ധി, പരിശുദ്ധി അല്ലേ? നമുക്കറിയാം, പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പോഴേ ഈ സിംഹാസനത്തിന് എന്തിനാ ഇത്രമാത്രം വെള്ള കൊടുക്കുന്നേ? ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആൾ പരിശുദ്ധനാണ്. ഓ, പരിശുദ്ധനായ ദൈവമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് ഇരിക്കുന്ന സിംഹാസനവും പരിശുദ്ധിയായിരിക്കും. ഞാനൊരു ദൂത് പറയാം. ഹല്ലേലൂയ. നിങ്ങളൊരു നിങ്ങളൊരു വിശുദ്ധയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലവും വിശുദ്ധമായി തീരും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവർക്കായിട്ട് ഞാൻ സ്തോത്രം. എന്തോ അതിൻ്റെ അർത്ഥം വല്ലോ മനസ്സിലായോ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരു വിശുദ്ധനായി നിങ്ങളുടെ ചെയറിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വിശുദ്ധിയിലേക്ക് വരും. സ്തോത്രം. ചെറിയൊരു സംഭവം. ഞാൻ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പള്ളിയിലെ ഒരു അങ്കിളിനെ പരിചയപ്പെട്ടു. അപ്പോൾ അങ്കിളിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്കിൾ പറഞ്ഞു, പേഴ്സണലായിട്ട് നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ സംസാരിക്കണം, വീട്ടിൽ വരണം. ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ ഞങ്ങളൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് രാത്രി 7 മണിക്ക് ഇങ്ങനെ ഒന്നിച്ചു കൂടി. അപ്പോൾ പുള്ളിയുടെ ഒരു സാക്ഷ്യം പറഞ്ഞു. ഈ സാക്ഷ്യം ആരോടെങ്കിലും പറയണ്ടേ? നമ്മൾ സാക്ഷ്യം നല്ലതില്ല, ഒരു സാക്ഷ്യം, വിവിധ സാക്ഷ്യം. പുള്ളി രാവിലെ വന്നിട്ട് പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഇരിക്കുമ്പോൾ ആദ്യം നമ്മുടെ ടൈമല്ല, ടൈമിന് മുമ്പേ വരും. വേദോസം വായിച്ച് അവിടെ ഇരുന്ന് കുറേ സമയം പ്രാർത്ഥിക്കും. കൃത്യം 9 മണി ഡ്യൂട്ടി ടൈം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന കഴിയും. അത് ഇച്ചിരി കൂടെ നീട്ടിയ കുഴപ്പമെന്തോ? എല്ലാം മനസ്സിലാവുന്നു. പണ്ടൊരാൾ പറഞ്ഞു, സുവിശേഷം പറയാൻ ഞങ്ങൾ പോകും, ഓഫീസ് ടൈം കുറെ കട്ട് ചെയ്തിട്ട് ഞങ്ങളങ്ങ് പോകും. ഓ, ഇവിടെ ഇരുന്ന് പണി ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ പുള്ളി സ്വർഗത്തിൽ പോവും. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേല വിശ്വസ്തയോടെ ചെയ്യാതെ അത് കട്ട് ചെയ്ത് സുവിശേഷം പറഞ്ഞാലേ സ്വർഗത്തിലൊന്നും പോകത്തില്ല. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങളെ ഏൽപ്പിച്ച വിശ്വസ്തന്റെ ഇത് കഴിഞ്ഞ് ഫ്രീ ടൈം ഉണ്ട്, അന്നേരം പോയി പറയണം. പക്ഷേ സാർ എന്താ ചെയ്യുന്നതെന്നറിയോ? ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പ് വേദോസം വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ കൂട്ടത്തിലൊരു ക്രിസ്തു ഇല്ലാത്ത ഒരാൾ ഇത് കണ്ട് പുള്ളിയും ഈ വിശുദ്ധ പദവിയിലേക്ക് വന്നു. ഓ സ്തോത്രം. നോക്കിക്കേ, അപ്പം നിങ്ങളെ കാണുന്നവർ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം അല്ലേ? അപ്പം നോക്കിക്കേ, ഒരു വലിയ വെള്ള സിംഹാസനത്തിൽ ഒരുവനെ ഇരിക്കുന്ന കണ്ടു അല്ലേ? അപ്പം ഈ സിംഹാസനത്തിൽ യേശു ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചേ?
ആകാശവും ഭൂമിയും ഓടിപ്പോയി. അതെന്തിനാ പോയത്? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? യേശു സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ ആകാശവും ഭൂമിയും ഓടിപ്പോയി. അതെന്താ കാരണം? എന്താ പറ്റി? എവിടെ? ആകാശത്തിൽ പാവമുണ്ടോ? അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ആകാശം ഒന്ന് മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ പണ്ട് പാടിയല്ലോ, ആകാശങ്ങളിൽ വസിക്കും അനശ്വരനായ, അല്ലേ? പാടിയിട്ടില്ലേ? ഞാൻ കോളേജിലൊക്കെ വെച്ച് പാടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്. കാരണം ദൈവം വസിക്കുന്ന എവിടെ? ആകാശങ്ങളിൽ, അല്ലേ? ഇവിടെ ചിലർ പറയുന്ന അല്ലെന്ന്, നമുക്ക് തെളിയിക്കാമല്ല. അപ്പൊ നോക്കിക്കേ, യേശു സിംഹാസനത്തിൽ ന്യായം വിധിക്കാൻ ഇരുന്നപ്പോൾ ആബാലവൃദ്ധ ജനം എവിടെ നിൽക്കുന്നു? സിംഹാസനത്തിന്റെ മുകളിലെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആര് എന്ന് മുതലാന്നറിയോ? കയീൻ മുതൽ. മനസ്സിലായല്ലോ? ഈ യേശു വരുന്ന കാലം വരെയുള്ള സകല മനുഷ്യരും ന്യായസിംഹാസനത്തിന് മുമ്പിൽ നിന്നേ പറ്റൂ, അല്ലേ? അപ്പോഴേ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം 20:12 ഒരു ബി എന്ന് പറഞ്ഞാൽ അവിടെ എയും ബി ഇല്ല, ഞങ്ങൾ പറയുന്നൊരു ഭാഗം അടുത്ത പാർട്ടില് അവിടെ പറയുന്നു, ന്യായസിംഹാസനത്തിൽ നിൽക്കുമ്പോൾ തക്ക ന്യായവിധി കിട്ടിയെന്ന്, ശിക്ഷ കിട്ടിയെന്ന്. ഇതാർക്കായിരിക്കും? ക്രിസ്തുവിനെ കൈക്കൊള്ളാത്തവര്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞ് വചനപ്രകാരം നിൽക്കുന്നവർക്കോ 2 കൊരിന്ത്യർ 5:10 വായിച്ചാട്ട് അവിടെ പറയുന്നു, നിങ്ങൾ സിംഹാസനത്തിൽ നിന്നാ മതി, പക്ഷെ നിങ്ങൾക്ക് ശിക്ഷയില്ല. റോമർ 8:1 പറയുന്നു, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം അങ്ങനെയുള്ളവർ സിംഹാസനത്തിൽ നിന്നാ മതി, പക്ഷെ നിങ്ങൾക്ക് ശിക്ഷയില്ല. പക്ഷേ ദൈവത്തെ അറിയാതെ അനുസരിക്കാതെ പോകുന്നവനാണ് ഈ ന്യായവിധി ഉണ്ടാകുന്നത്. അപ്പം ഈ ന്യായവിധി വരുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആകാശവും ഭൂമിയും ഓടിപ്പോയി. ആദ്യം ആകാശത്തെ എടുക്കാം, ഭൂമി എടുക്കാം. ഭൂമി എന്തുകൊണ്ടാണ് ഓടിപ്പോയത്? യെശയ്യാവിന്റെ പുസ്തകം 24:5-6 ഒന്ന് വായിച്ചേ. കാരണം കണ്ടുപിടിക്കണമല്ലോ. യെശയ്യാവിന്റെ പുസ്തകം 24:5-6. കണ്ടോ? ഭൂമി അതിലെ നിവാസികളാൽ മലിനമായി. എന്തുവാ മലിനമായത്? ആദ്യം കയീൻ തൻ്റെ അനുജനെ കൊന്ന ചോര ഇന്ന് ഭൂമി കടന്ന കർത്താവിനോട് നിലവിളിക്കുന്നു. വേദപുസ്തകമുണ്ട്. അപ്പൊ അന്ന് മുതൽ ചെയ്ത പാപം, അല്ലേ? കയീൻ കഴിഞ്ഞ് അനേക കൊലപാതകങ്ങൾ നടന്നു, അല്ലേ? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, എന്താ പറഞ്ഞേ? പാപം മുഖാന്തരം മരണം വന്നു, മരണം പരന്നു. വായിച്ചിട്ടുണ്ടോ? മരണം വാഴാൻ തുടങ്ങി, അല്ലേ? പണ്ട് നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഒരു കൊലപാതകം എന്ന് കേൾക്കുമ്പോൾ ജനം എല്ലാം ഞെട്ടിത്തരിച്ചിരിക്കുമായിരുന്നു, അല്ലേ? ഇത് കഴിഞ്ഞിട്ട് അനേക കൊലപാതകങ്ങൾ, അതായത് പിന്നെ പാപം പരന്നുകൊണ്ടേയിരുന്നു. ഞാൻ അവിടെ കിടക്കുന്ന റോമർക്ക് എഴുതിയില്ലേ, നമുക്ക് എല്ലാം എടുത്ത് വായിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് 5 താഴോട്ട് വായിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇന്ന് മരണം വാഴാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന് ഒരു ദിവസം തന്നെ അൺകൗണ്ടബിൾ, കൗണ്ട് ചെയ്യാൻ പറ്റാത്തവണ്ണം മരണം സംഭവിക്കുന്നു. മരണം വാഴാൻ തുടങ്ങി, അല്ലേ? അപ്പം കയീന്റെ കാലം മുതൽ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് വിശുദ്ധന്മാരെ എടുത്ത ശേഷം വരെയുള്ള കാലത്തെ സകല പാപികളും ന്യായസിംഹാസനത്തിൽ നിൽക്കുമ്പോൾ ഭൂമി ഓടിപ്പാൻ കാരണം ഇവിടെ വായിച്ചു, മനുഷ്യൻ ചെയ്ത പാപനിമിത്തം ഭൂമി മുഴുവനും മലിനമായി. ഇനി വായിച്ചാട്ടെ. അതുകൊണ്ട് ഇവയെ പിന്നെ കണ്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഈ ഭൂമി മുഴുവനും പാപനിമിത്തം നിറഞ്ഞ് അശുദ്ധമായിരിക്കുക, അല്ലേ? അപ്പം നമ്മുടെ ദൈവം ആരാ? നേരത്തെ പറഞ്ഞു, അത് ഓർത്തോണം, പരിശുദ്ധൻ. പരിശുദ്ധന്റെ മുമ്പിൽ അശുദ്ധി ഉള്ളതൊന്നും നിൽക്കത്തില്ല. അപ്പൊ ഇതിൽ നിന്ന് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ അശുദ്ധിയായിട്ട് ഈ കർത്താവിൻ്റെ അവിടെ നിൽക്കാൻ ഒക്കൂ? ഭൂമിക്കായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു കള്ളം പറഞ്ഞിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. കള്ളം പറഞ്ഞ് ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കും, ഏറ്റു പറയാതെ നിൽക്കുന്നെങ്കിലോ? ഈ കള്ളം പറയുന്നതിനെ കുറിച്ച് വേദോസം പറഞ്ഞ എന്താണെന്ന് വല്ലവർക്കും അറിയോ? കള്ളം പറയുന്നതിന് കിട്ടുന്ന ശിക്ഷ, കള്ളം പറയുന്നവന്റെ നാവിനെ ഛേദിച്ച് കളയും. ഭോഷ്ക് പറയുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല, അല്ലേ? ഞാൻ വലിയ സംഭവം ഒന്നും പറഞ്ഞില്ല. നമ്മുടെ വിഷയം എന്തുവാ? കള്ളം പറച്ചില്ല, അല്ലേ? 2, കോപം. കോപിച്ചാൽ നീ പാപം ചെയ്യരുത്. വേദോസം അങ്ങനെ പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരു വഴക്കുണ്ടായി. നിങ്ങൾക്ക് ദേഷ്യം വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാ സംസാരിക്കുന്നത് അറിയാമല്ലോ. ഇപ്പൊ പറയണ്ട കേട്ടോ, കയ്യൊന്നും പോക്കണ്ട. എന്താ പറയുന്നേ? അച്ചായ, എന്താ അച്ചായ, മിണ്ടാതിരുന്നിട്ട്, ഇല്ലേ? അങ്ങനെ പറയാറുണ്ടോ? എടുത്ത വായി, അല്ലേ? പല വാക്കുകളൊക്കെ. നിങ്ങളല്ല, നിങ്ങൾ നല്ലവരായിരിക്കാം, എന്നാൽ ഇതിനകത്ത് ചിലവരുണ്ട്, അവർക്ക് വേണ്ടിയുള്ള ദൂത, അല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നേ? നമ്മുടെ ലിസ്റ്റിൽ കിടക്കും.
അല്ലേ? അപ്പം പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ അശുദ്ധിയുള്ള നിൽക്കത്തില്ല. ഭൂമി വരെ ഓടിപ്പോയെങ്കിൽ നിങ്ങൾ പാപം ചെയ്തിട്ട് നിന്നാൽ ഈ പരിശുദ്ധന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? ചിന്തിക്കണം. വെറുതെ ചുമ്മാ ഒരു പ്രസംഗിച്ച് പോകാൻ എനിക്കറിയാം, അതല്ല വിഷയം. കാരണം വിശ്വസ്തയോടെ വേണം സുവിശേഷ പ്രവർത്തനവും. കാരണം എന്താണെന്നറിയാം, പണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ കഥകൾ പറയുമായിരുന്നു. നമ്മുടെ രീതി അങ്ങനെ, ആൾക്കാരെല്ലാം ചിരിച്ച് ഭയങ്കര രസം, ഇങ്ങനെ കഥകൾ. കാരണം ജനത്തെ ഇളക്കണമെന്നാണ് നമ്മുടെ ലീഡർ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇളക്കി, നല്ലോണം ഇളക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഒരിക്കൽ ചെന്നപ്പോഴേ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? എഫേഷ്യർക്ക് എഴുതിയ ലേഖനം 5:4 വായിച്ചു. വായിച്ചേക്കാം. പെട്ടെന്ന് വായിച്ചാട്ടെ. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം, അല്ലേ? ചീത്തത്തരം, പൊട്ടച്ചെല്ല് പറഞ്ഞ് ചിരിപ്പിക്കുക ആൾക്കാര്. പൊട്ടച്ചെല്, പിന്നെ കളിവാക്ക്, ഇതൊക്കെ കർത്താവിന് ഇഷ്ടമല്ല. പിന്നെ വേറെ അടുത്ത 3-ാമത്തെ വിഷയം. അതിനുമ്പ് വേറൊരു കാര്യമുണ്ട്. അല്ല, അതിനു മുമ്പ് വേറൊരു കാര്യം, കിളവി കഥകൾ എന്നും പറഞ്ഞൊരു ഭാഗമില്ലേ? ഇങ്ങനെ പറഞ്ഞു, പൊട്ടച്ചെല്ലെ, കളിവാക്ക്, വ്യർത്ഥവാക്ക്, കിളവി കഥകൾ. എനിക്കൊന്നത് വേറൊരു ഭാഗത്താ. ഇതൊന്നും ചേർച്ചയല്ലാത്ത ഒന്നും പാടില്ല. നീ ജനത്തെ ചിരിപ്പിച്ചു, ഇതെല്ലാം കേട്ടു. ഇത് കഴിഞ്ഞിട്ട് ഈ മീറ്റിങ്ങിൽ ഒരാളെ എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. ഭാര്യ ഒന്നും വന്നില്ല. സാറിന് കൺവെൻഷൻ പോകുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പോകുന്നത്. കാരണം രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് 10 മണിയൊക്കെ ആവും തിരിച്ചു വരാൻ. അപ്പോൾ ഭാര്യയും കൂടെ വരും. കാരണം ഒരാളും കൂടെ ഉള്ളത് നല്ലതാണല്ലോ, പ്രാർത്ഥിക്കാനും ഒരു നല്ലതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരിയുടെ ചോദിച്ചു, ഇന്നത്തെ മീറ്റിങ്ങിനാണ്. അയ്യോ ആൻറ്റി, ഭയങ്കര അനുഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ വൈഫ് ഇച്ചിരൂടെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അനുഗ്രഹമായത്? അയ്യോ അച്ചായം വന്നു, ഇന്ന് മൊത്തം ഉറങ്ങേണ്ടി വന്നില്ലെന്ന് പറഞ്ഞാൽ തമാശയായിരുന്നു. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? പൊട്ടച്ചെല്ല, കളിവാക്ക്, കിളവി കഥകൾ, ഇതൊന്നും വചനത്തിൽ കയറ്റരുത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ് നിങ്ങളെ ചിരിപ്പിച്ചോ? ആരെങ്കിലും ചിരിച്ചോ? ചിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വചനം തന്നെ നമ്മൾ പറയുന്ന കൃത്യസമയത്ത് നിർത്താൻ പറ്റുന്നില്ല. പിന്നെ ഈ കഥയോടെ കയറ്റി കഴിഞ്ഞാലോ? അതുകൊണ്ട് ദൈവത്തിന് ആവശ്യം തൻ്റെ ജനത്തിന് പ്യുവർ ഗോസ്പൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിയായിട്ട് വചനം കൊടുത്ത് അവരെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോവുക. മനസ്സിലായല്ലോ? അല്ല തമാശ പറഞ്ഞിട്ടും പൊട്ടച്ചൻ പലയിടത്തൊക്കെ അങ്ങനെ നടക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ കർത്താവിന് ഇഷ്ടമല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് ദൈവവചനത്തിൽ ഇങ്ങനെയുള്ള കാര്യമൊന്നും ആരും ചേർക്കരുത്. ഓക്കെ, അപ്പോഴേ ഇവിടെ പറഞ്ഞത് ദൈവം സിംഹാസനത്തിൽ ന്യായം വിധിക്കാൻ ഇരുന്നപ്പോൾ ഭൂമി ഓടിപ്പോയി. കാരണം മനസ്സിലായല്ലോ, മനുഷ്യൻ മുഴുവനും പാപം ചെയ്ത് ഭൂമി അശുദ്ധമായപ്പോൾ അശുദ്ധിയുള്ളത് പരിശുദ്ധന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളും പോവും. ചിന്തിക്കണം, അല്ലേ? ഇനി പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യം നിങ്ങൾക്കറിയാവുന്നൊരു സംഭവമാണ്. ഞാനങ്ങ് പറഞ്ഞോളാം, ശ്രദ്ധിച്ചാൽ മതി. മോശ പണ്ട് മുൾപ്പടപ്പിൽ തീ കത്തുന്ന കണ്ട് ചെന്നപ്പോൾ എന്താ സംഭവിച്ചേ? കത്തുന്നു, പക്ഷെ തീയില്ല, അല്ലേ? അപ്പോഴേ അവിടെ ചെന്നപ്പം കർത്താവ് എന്താ പറഞ്ഞേ? മോശെ, നിന്റെ കാലിലെ ചെരുപ്പഴിച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. കാരണം എന്താണെന്നറിയോ? പരിശുദ്ധന്റെ മുമ്പിൽ അശുദ്ധിയുള്ള ചെരുപ്പ് പോലും ഇടാൻ പാടില്ല. ഇല്ലേ? എൻ്റെ അർത്ഥം അങ്ങനെയല്ലേ? ആണോ? അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ പറഞ്ഞു തന്നാൽ മതി. അപ്പം പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് എന്തോ വേണം? നിന്റെ ചെരുപ്പ് പോലും അഴിച്ചിടും. നമ്മളിപ്പോൾ പള്ളിയിൽ പോകുന്നു, നമ്മൾ ചെരുപ്പിട്ട് കയറാത്ത എന്താ? ചർച്ചകളിൽ അവിടെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോലും ഇത് ഇടാൻ എനിക്ക് അവിടെ വന്നപ്പോൾ അത് ഊരിയാണ് നോക്കിയപ്പോൾ ഒറ്റ ചെരുപ്പില്ല. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും അപ്പം ഞാൻ വിളിച്ചത് കോമൺ സ്ഥലമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കൃത്യം ഊരിയിട്ട് കയറുന്ന ആളാണ്, ഇടാതെ കയറത്തില്ല. അപ്പം ദൈവത്തിന്റെ സാമീപ്യം, സാന്നിധ്യം ഉള്ളിടത്ത് അശുദ്ധി ഉള്ളതൊന്നും പറ്റത്തില്ല. ഞാൻ വിശുദ്ധനാണെങ്കിൽ എന്തോ വേണം? നിങ്ങളും വിശുദ്ധരായിരിക്കും, അല്ലേ? ഇനി വേറൊരു സംഭവം കൂടെ പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങും, ഉറപ്പാ. എങ്കിലും ഞാനൊന്ന് പറഞ്ഞേക്കാം, അല്ലേ? വേണ്ടേ? ഈ മൊബൈൽ എൻ്റെയിലും ഉണ്ട് കേട്ടോ. ഇന്ന് അബദ്ധവശാ കൊണ്ടുവന്ന ഈ സാറിന് ഈ മൊബൈൽ കൊണ്ടുപോകത്തില്ല ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ. എന്താന്ന് ചോദിച്ചാൽ അടിച്ചാക്ക പ്രശ്നം. ഇത് കഴിയുന്നവർ പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചോളൂ. ഈ മൊബൈൽ പലരും ബൈബിൾ കയറ്റിയിട്ട് വായിക്കാറുണ്ട്, അല്ലേ? ഈ മൊബൈലിൻ്റെ ഒരു സൈഡ് മുഴുവനും നിങ്ങൾ ശരിക്കും ദർശിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനും അശുദ്ധിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ അശുദ്ധി ഉള്ളിടത്ത് വിശുദ്ധി ഉള്ളത് കയറ്റാൻ പറ്റൂ. ശരിക്കും കർത്താവ് വേദവസം അടിച്ച് കൈ തന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ വേദവസം കൊണ്ടുപോകണം, വേദവസം കൊണ്ട് വായിക്കണം. വേദവസം കൊണ്ടുപോയാലേ അണ്ടർലൈൻ ചെയ്യാൻ പറ്റൂ. മൊബൈലിൽ പറഞ്ഞ വാക്യം വല്ലതും അണ്ടർലൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കറിയത്തില്ലെങ്കിൽ ഞങ്ങളിത് ചെയ്യാറില്ല. എനിക്കിത് ചെയ്യാനൊക്കെ എനിക്കറിയാവുന്ന ആളാണ്. പക്ഷേ ഈ പരിപാടി ഞങ്ങൾ ആരും ചെയ്യാറില്ല.
സത്യ വേദപുസ്തകം കർത്താവ് കൈ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേദപുസ്തകം കൊണ്ടുപോയി വായിക്കുക, പാടുക, ആരാധിക്കുക. എന്തുകൊണ്ടായി മൊബൈൽ എടുത്ത് ഉപയോഗിക്കുന്നതെന്ന് അറിയാം? ഇത് ചുമക്കാൻ പറ്റാത്തോണ്ടാ. ഇത് ചുമക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഓ സ്തോത്രം, ഹല്ലേലൂയ. സഹോദരന്റെ കയ്യിലൊരു വലിയ വേദോസം, സഹോദരിക്ക് എന്നെ പൊക്കാൻ വയ്യാത്തൊരു വേദോസം, ഞാനത് കണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നോക്കിക്കേ, ഞാൻ ഈ ക്രിസ്തുവിനെ ശരിക്കും കൈക്കൊള്ളുന്നതിന് മുമ്പ് ചെറിയ വേദോസം പോക്കറ്റിലിട്ടുകൊണ്ട് പോകുമായിരുന്നു. ക്യാമ്പസ് ക്രൂസൈഡ് ചെല്ലുമ്പോൾ അവിടെ വരുമ്പോൾ വേദോസം എടുക്കും, രാത്തിടും. പക്ഷെ ഇന്ന് വേദോസം പരസ്യമായി പിടിച്ചുകൊണ്ട് പോയപ്പം സംഭവിച്ച കാര്യം ഒരെണ്ണം പറഞ്ഞോളാം. ഞാൻ തിരുവനന്തപുരം കേശവാസുരത്ത് ഒരു പ്രോഗ്രാം നിൽക്കുമ്പോൾ ഒരു കാറുകാരൻ പെട്ടെന്ന് ഒന്ന് ചവിട്ടി നിർത്തി. എൻ്റെ ഇരുന്ന വേദോസത്തിൽ കുറേ ട്രാക്റ്റ് ഉണ്ട്, ഒരു 2-3 തരുമെന്ന്. ഞാൻ പറഞ്ഞു 2 അല്ല 5 തരാൻ. കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാർഡ് എൻ്റെ തന്നു. ഇത് നോക്കിയിട്ട് പിന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാനിത് കഴിഞ്ഞ് വിളിച്ചപ്പം പോത്തങ്കോട് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം എന്തോ പറ്റിയെന്നറിയോ, ഞാൻ ഈ വേദോത്സവം ട്രാക്റ്റും പിടിച്ചുകൊണ്ട് പോയപ്പോൾ അദ്ദേഹത്തിന് വേദോത്സവത്തിൽ ഒത്തിരി സംശയമുണ്ട്. ഈ സംശയം മൊത്തം ഹോസ്പിറ്റലിൽ പോയി ക്ലിയർ ചെയ്തു. അദ്ദേഹവും കുടുംബവും രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്തിലായി. ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ മുഴുവനും നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വന്നു. എന്താ കാര്യം എന്നറിയോ? തമ്പുരാന്റെ പുസ്തകം പിടിച്ചുകൊണ്ട് പോയതുകൊണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാവരും പറയുമെന്ന് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ പറയും. ഹല്ലേലൂയ, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ കർത്താവിനെ കൊണ്ടേ പോകാവൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് അശുദ്ധി ഉള്ളിടത്ത് കയറ്റിയിടരുത്. കാരണം മൊബൈൽ മുഴുവനും പഠിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ആ ക്രിസ്തുവിലേക്ക് വന്നത്. അതിൻ്റെ ഒരു സൈഡ് മുഴുവനും അശുദ്ധിയാണ്, ഒരു സൈഡ് മറ്റേത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് അതൊക്കെ വിട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. നോക്കി, ഞാൻ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, മൊബൈൽ കണ്ടോണ്ട്. ഓക്കെ. അപ്പോൾ ഈ മോശ അവിടെ നിന്നപ്പോൾ ചെരുപ്പ് പോലും ഊരിയിട്ടിട്ടാണ് വരാൻ പറഞ്ഞത്. എന്താന്ന് ചോദിച്ചാൽ, ഈ ചെരുപ്പ് കൊണ്ട് നാട് മൊത്തം പോകുന്നതാ. ഇതുകൊണ്ടാണോ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് വരുന്നത്? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ആർ യു വിത്ത് മീ? ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്ന്? ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കണം. കാരണം വേദോത്സവത്തെക്കുറിച്ച് വചനം പറയുന്നത് അറിയോ? ഞാൻ വചനമാകുന്നു, വചനം ദൈവമാകുന്നു. അപ്പൊ ഈ ഇരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാ. ശരിക്കും ഇതിനെ എങ്ങനെയാ നമ്മൾ സൂക്ഷിക്കുന്നേ? ഞാൻ ഈ വേദോത്സവം ഇവിടെ കൊണ്ടുവന്നിട്ട് താത്ത് പോലും വെച്ചില്ല, എൻ്റെ മടിയിലാണ് വെച്ചത്. കാരണം തമ്പുരാനെ ചവിട്ടുന്ന സ്ഥലത്ത് കൊണ്ടിടാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ വീട്ടിൽ വേദോത്സവത്തിൻ്റെ പുറത്ത് മൊബൈൽ വെച്ച മൊബൈൽ എടുത്ത് ആരെങ്കിലും എടുത്ത് വെളിക്കളയും. ഈ നല്ല സ്ഥലത്ത് കൊണ്ടാണോ ഈ അശുദ്ധി കൊണ്ട് വയ്ക്കുന്നതെന്ന്, അല്ലേ? അത് മൊബൈലിന്റെ വില പോലും നോക്കത്തില്ല. കാരണം എന്താ? വീട്ടിൽ നിൽക്കുന്നവനെല്ലാം ആത്മാവിൽ നിറഞ്ഞാലുണ്ടല്ലോ ഇവരിതെല്ലാം വിഷമം തോന്നുന്നു. ഞാൻ സ്കൂട്ടറിനകത്ത് വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ സ്കൂട്ടറെ വൈഫ് കുറേ ഇരിക്കും. എന്നോട് ചോദിച്ചു, വേദോസം എന്തി? എല്ലാം മനസ്സിലായി കാണുമായിരിക്കും. സ്കൂട്ടറിൻ്റെ അടി. അപ്പം ഞാൻ അതിൻ്റെ പുറത്താണോ ഇരിക്കുന്നത്? ആദ്യം വേദോസം എടുത്താൽ ഞാൻ ബാഗ് വെച്ചോളാം, എന്നിട്ട് മതി വണ്ടി എടുക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇല്ലേ? ഇതിന് ഭയങ്കര വില കൊടുക്കേണ്ട സംഭവമാണ്. ഇത് ചെരുപ്പിൻ്റെ കൂടെയും അവിടെ ഇവിടെയും കണ്ടിടേണ്ട സാധനമല്ല, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിലിരുന്ന വള ഊരി ഇങ്ങനെ എവിടെങ്കിലും ഇടുവോ? എന്തുമാത്രം വില കൊടുത്താ വെച്ചിരിക്കുന്നത്, ഇല്ലയോ? തൂത്ത് തുടച്ച്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലുത് ഇത് മുഴുവനും ഉണ്ടാക്കിയ കർത്താവിനെ നിങ്ങൾ അശുദ്ധിയുള്ള സ്ഥലത്ത് ഇടാൻ പാടുണ്ടോ? ഹല്ലേലൂയ. പാടില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഈ വേദോത്സവത്തിൽ നമ്മൾ കർത്താവിനെ എങ്ങനെയാ വിളിക്കുന്നേ? എങ്ങനെ? അങ്ങനല്ല. വേദപുസ്തകത്തിൽ നമ്മളെല്ലാം കർത്താവിനെ നീ നീ നീ, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അതിലേ പോകുന്ന ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ആരെ എടുക്കണ്ടേ? അനിൽ സാറിനെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് പോവാ എന്ന് സാറിനോടല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരോടെങ്കിലും ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഉത്തരം അറിയാമല്ലോ, പറയണ്ട. അങ്ങനെയെങ്കിൽ ഇത് നീ എങ്ങനെ ആയി? പണ്ട് വേദോത്സവത്തിൽ ദൈ ബഹുമാനം കൊടുത്താ എഴുതിയിരുന്നേ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് യു ആയി. യു വന്ന് മലയാളമാക്കിയപ്പോൾ എങ്ങനെയായി? നീ ആയി. നമ്മൾ ശരിക്കും ചിന്തിക്കണം. അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ ബഹുമാനം കൊടുക്കണം. ഞാൻ ഈ പ്രസംഗത്തിൽ എവിടെങ്കിലും നീ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വരത്തില്ല. കാരണം ഇതൊക്കെ തമ്പുരാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കർത്താവിന് ബഹുമാനവും സ്നേഹവും കൊടുക്കുമ്പോൾ എൻ്റെ വായിൽ ഇത് പറയണമെന്ന് വിചാരിച്ചാൽ പോലും വരത്തില്ല. ഞാൻ വായിക്കുമ്പോൾ തന്നെ മാറ്റിയാ വായിക്കുന്നത്. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ ശരിക്കും അഡ്വാൻസ് ആയിട്ട് വളരണം വചനത്തിൽ. മനസ്സിലായല്ലോ? ഇത് വളരുമ്പോഴാണ് ഇതിൻ്റെ മർമ്മങ്ങളും കാര്യവും മനസ്സിലാക്കുമ്പോണ്ടല്ലോ കൈ വിറയ്ക്കും. ദിവസത്തിൽ കിടപ്പുണ്ട്, നീ ദൈവസന്ധിയിൽ ഭയത്തോടും വിറയലോടും കൂടിയായിരിക്കണം. നമ്മളെങ്ങനെ വിറയ്ക്കുന്നേ? മറ്റേ അസുഖം വരുമ്പോഴാണ് കൈ ഇങ്ങനെ വിറയ്ക്കുന്നത്. അങ്ങനെയാണോ? അല്ല. ഈ കർത്താവിൻ്റെ സന്ധിയിലാണ് ഇരിക്കുന്ന ഒരു തീഷ്ണത ഉണ്ടാവണം. ഹല്ലേലൂയ. കാരണം കർത്താവ് ഉപയോഗിക്കണ്ടേ?
അവിടെ ഇരുന്ന എന്നെ ഈ സ്റ്റേജിൽ നിർത്തണമെങ്കിലേ ഇതിന്റെ പിന്നിൽ തമ്പുരാൻ പ്രവർത്തിച്ചത് കൊണ്ടാ. കൃപ കൃപ കൃപ. ഓ സ്തോത്രം, ഹല്ലേലൂയ അല്ലേ. അപ്പൊ എനിക്കിതെല്ലാം നോക്കിയേ പറ്റും, ഞാൻ നോക്കിയേ പോവും. അതുകൊണ്ട് കർത്താവ് ഇനി ഉപയോഗിക്കും. ഹല്ലേലൂയ. ഓക്കെ, മടങ്ങി വരാം. അപ്പോഴേ ഇവിടെ പറഞ്ഞ എന്താ, ഭൂമി അശുദ്ധമായതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി അല്ലേ. അടുത്തത്, ആകാശത്തിന് എന്താ കുഴപ്പം? നിങ്ങൾ ആരാണ്ട് ആകാശത്തിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരോട് ചോദിക്കുക, എന്ത് ഈ ആകാശത്തിന് കുഴപ്പം? യേശു ക്രിസ്തു ന്യായവിധിക്ക് ഇരുന്നപ്പോൾ ആകാശം ഓടിപ്പോയി. ആകാശത്തിന് എന്താ കുഴപ്പം? പറഞ്ഞാട്ട് അറിയാവുന്നൊരു കൈയൊന്ന് പൊക്കിക്കാം. സ്തോത്രം. നോക്കാം, എഫേഷ്യർക്ക് എഴുതിയ ലേഖനം 2:2. നമുക്ക് ബൈബിളിൽ ഉണ്ടോ നോക്കണമല്ലോ. നമ്മൾ പണ്ട് പാടി ആകാശങ്ങളിൽ വസിക്കും അനശ്വരനായ പിതാവേ എന്നൊക്കെ പറഞ്ഞ് പാടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ സംഭവം മനസ്സിലായത്. എന്താ പറഞ്ഞേ? വായിച്ചേ, കുറച്ച് വായിച്ചാട്ടെ. അനുസരണം കെട്ട മക്കളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി. വായിച്ചോ. അപ്പൊ ഈ ശക്തി ആകാശങ്ങളിലാണ് വരുന്നത്. കാരണം ദൈവം സാത്താനെ വെട്ടി നിലത്തിട്ടു. വേദോസം അങ്ങനെ പറയുന്നേ, മിന്നൽ പോലെ പതിച്ചു ആകാശങ്ങളിലും ഭൂമി. അപ്പൊ ഇവിടെ എല്ലാം അവന്റെ കേന്ദ്രങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, നിങ്ങൾ ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ട് സംശയം ഇട്ട് തരാം. അപ്പൊ കർത്താവ് പിന്നെ എവിടാ ഇരിക്കുന്നേ? അയ്യോ, ഇപ്പൊ കർത്താവ് എവിടാ ന്യായം വിധിക്കുന്നേ? ആകാശവും ഭൂമിയും പോയി, നമ്മൾ എവിടെ നിൽക്കും? അന്തരീക്ഷത്തിൽ നിൽക്കുമോ? ഒന്ന് വായിച്ചാട്ടെ, 103-ാം സങ്കീർത്തനം 19-ാം വാക്യം. ഹല്ലേലൂയ. നമ്മുടെ സമയം കഴിഞ്ഞു, നിർത്താൻ പോവാ. കൃത്യസമയം നടത്തും. സ്തോത്രം. 103-ാം സങ്കീർത്തനം ഉണ്ടോ? നോക്കി. യഹോവ തന്റെ സിംഹാസനം സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു. അവിടെ ആർക്കും കയറി പോകാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ദൈവത്തിന്റെ സ്ഥലം അവിടെ. അപ്പം നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞ് വചനപ്രകാരം നിൽക്കുമ്പോൾ യേശുമായിട്ടുള്ള ബന്ധത്തിൽ യേശു നമ്മുടെ ജീവിതത്തിൽ എവിടാ? എൻ്റെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തെ പൂർണ്ണ പവറോടെ നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ കരിഞ്ഞു പോകും. മനസ്സിലായല്ലോ. സൂര്യനേക്കാൾ കൂടി ശക്തി ഇല്ലേ? എന്നെ കണക്കൊക്കെ ഒത്തുണ്ട്. അപ്പം ആ സൂര്യൻ തന്നെ കുറെ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചാമ്പലായി പോകും. അപ്പം ഈ ദൈവത്തെ നേരിട്ട് കണ്ടാലോ നമ്മൾ കരിഞ്ഞു പോകും. അപ്പം ഈ ദൈവത്തിന്റെ സിംഹാസനം സ്വർഗത്തിലാണ് അല്ലേ. പല തട്ടമുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം ചിന്തിക്കാം. അതുകൊണ്ട് ഈ കർത്താവ് എന്തോ ചെയ്യും? സിംഹാസനത്തിൽ ന്യായം വിധിക്കാൻ ഇരുന്നപ്പോൾ ആകാശവും ഭൂമിയും ഓടിപ്പോയി അല്ലേ. അപ്പം ഈ ന്യായവിധി സിംഹാസനത്തിൽ നിൽക്കുന്ന ആരാന്നറിയോ? ക്രിസ്തുവിനെ കൈക്കൊള്ളാത്ത ജനം. ആ സമയത്ത് ന്യായം വിധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? അതിനകത്തും വീരന്മാരുണ്ടല്ലോ അല്ലേ. അയ്യോ, ഞങ്ങളിത് കേട്ടിട്ടേ ഇല്ല അല്ലേ എന്നൊക്കെ പറയുമല്ലോ. പറയുമ്പോൾ വേദോസം പറയുന്നു, മേശയും കസാരയും അല്ലേ. നമ്മൾ ഈ ഇരുന്ന കസാരയും മേശയൊക്കെ അന്ന് ഇവർ സംസാരിക്കും. ഇപ്പന്മാരും ഉണ്ടായിരിക്കുമോ അല്ലേ. ഇവിടെ ഇന്ന ആള് അല്ലേ, ഇവിടെ ഉമ്മൻ ജോണ് വന്ന് പ്രസംഗിച്ചു, നിങ്ങൾ കേട്ടു രക്ഷയെക്കുറിച്ച് അല്ലേ. ഇത് കേട്ടിട്ടും നിങ്ങൾ അനുസരിച്ച്, ഞാൻ ഒരാളുടെ പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നു. എൻ്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അന്ന് ഈ മേശയും കസാരയും ആർത്ത് വിളിക്കും. ഹല്ലേലൂയ അല്ലേ. അപ്പൊ കർത്താവ് അതിനെ എങ്ങനെയാ തെളിയിക്കുന്നേ? വായിച്ചേ, സങ്കീർത്തനം 50:4 വായിച്ചാട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 50:4. കണ്ടോ, തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് കണ്ടോ, ദൈവം തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം എന്നാന്നറിയോ ഡേറ്റ്? ഇപ്പൊ നിങ്ങൾ ഒരാൾ കേട്ടിട്ടില്ലെന്നങ്ങ് പറഞ്ഞെന്ന് വിചാരിച്ചു. ഈ പറയുന്ന കംപ്ലീറ്റ് സ്റ്റേജ് അവിടെ കാണിക്കും. ഇവിടെ പറഞ്ഞ മെസ്സേജ് കേൾക്കും. മനസ്സിലായല്ലോ. ഇതെല്ലാം സംസാരം. അതിനാ മേലിൽ നിന്ന് തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് ദൈവം പോയ ആകാശത്തെയും ഭൂമിയെയും മടക്കി വിളിക്കും. നോക്കിക്കേ, നിങ്ങൾ തട്ടുംപുറത്തിരുന്ന് ചെയ്ത പാപം, പെരയ്ക്കകത്ത് ആരും കാണത്തില്ലെന്ന് വിചാരിച്ച് ചെയ്ത പാപം, അയ്യത്തിരുന്ന് ചെയ്ത പാപം, അപ്പുറത്തിരുന്ന് ചെയ്ത പാപം, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ഇത് മുഴുവനും അവിടെ കാണിക്കും. പക്ഷേ ഈ പാപം നിങ്ങൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ, പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ, വേദോസം പറയുന്നു, നിന്റെ പാപത്തെ ഞാൻ ഓർക്കയില്ല. സ്തോത്രം, ഹല്ലേലൂയ അല്ലേ. ഇപ്പോഴും പ്രസന്റ് പാപം ചെയ്തുകൊണ്ടിരുന്നാലോ ആകെ പ്രശ്നമാണ്. സൂക്ഷിക്കണം. കാരണം വേദോസം പറയുന്നു, കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന മിക്ക കാര്യങ്ങളും തീർന്നു, സംഭവിച്ചു കഴിഞ്ഞു. ഏറ്റവും അവസാനം പറഞ്ഞു, അതിക്രമം മാക്സിമത്തിൽ എത്തുമ്പോൾ എൻ്റെ വരവ് ബാധിക്കലായി. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ഇറക്കി വിടാൻ പറ്റാത്ത ഒരു കാലം അല്ലേ. ഉപദ്രവിക്കുക, കൊല്ലുക, പീഡിപ്പിക്കുക അല്ലേ. അത് എന്നിട്ട് പിന്നെ കർത്താവ് എന്താ പറഞ്ഞേ? എൻ്റെ വരവിനോട് അടുപ്പിച്ച് പറഞ്ഞിട്ട്. അറിയാവുന്നവര് അറിയാവുന്നവരുണ്ട്. ആരാ?
അയ്യോ അതൊക്കെ കഴിഞ്ഞു, അല്ല സംഭവിച്ചു കഴിഞ്ഞു. എൻ്റെ വരവിനോട് അടുപ്പിച്ച് വനത്തിൽ കിടക്കുന്ന പലതും പുറത്തു വരും. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? സംഭവിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മുടെ തിരുവനന്തപുരം സിറ്റി വരെ കാട്ടുപോത്തിറങ്ങി. ഓ, പത്രത്തിൽ വായിച്ചില്ലേ? എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. പന്നി കൊണ്ട് എങ്ങും നിൽക്കാൻ വയ്യ, കാല് തട്ടുന്ന രീതിയിൽ. ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ രാത്രി ഞാൻ താമസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം എനിക്ക് ഇന്നലെ വൈകിട്ട് ഒരു പ്രോഗ്രാം സെൻറ്റനറി ഹാളിലുണ്ടായിരുന്നു. ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ നടുവ് വന്നപ്പം രാത്രി 10 മണി, ഭയങ്കര മഴ. അപ്പം ഞാൻ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീടിൻ്റെ അടുത്ത് നിൽക്കുക റോഡിൽ, കുട എടുത്തുകൊണ്ട് വന്നാൽ മതി. അപ്പം അനിയൻ പറഞ്ഞു, ഞാൻ വരത്തില്ല. അയ്യോ, ഞാൻ പറഞ്ഞു നിനക്ക് പണക്കമായ. അതായത് പന്നി ഉണ്ട്. പിന്നെ പുള്ളി കാർ എടുത്തുകൊണ്ട് വന്നു. അപ്പം നോക്കിക്കേ, അത്രമാത്രം പന്നി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം എൻ്റെ വരവിനോടടുപ്പിച്ച് വനത്തിൽ ഉള്ളി കിടക്കുന്ന പലതും പുറത്തു വരും. പല വേലികളും കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് മാനസാന്തരപ്പെടേണ്ട സമയം. ആദ്യം അവനവൻ്റെ രക്ഷ നോക്കട്ടെ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാ നോക്കിയിട്ട് മതി ബാക്കിയുള്ളവരെ നോക്കേണ്ടത്, അല്ലേ? ആദ്യം ഞാനിപ്പോൾ എൻ്റെ സീറ്റൊന്ന് ഉറപ്പാക്കിയിട്ടേ ഉള്ളൂ ഇനി പരിപാടി എന്ന് പറയുന്ന പോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കണം. വായിച്ചാട്ടത് വെളിപ്പാട് പുസ്തകം 20:11. താപാലവൃദ്ധ ജനം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പിന്നെ അവിടെ കുറേ പുസ്തകങ്ങൾ തുറക്കുന്നു. ഈ പുസ്തകങ്ങളെല്ലാം തുറന്ന് പറയണമെങ്കിൽ ഒത്തിരി കാര്യമുണ്ട്, നമുക്ക് അതെല്ലാം പറയാൻ പറ്റുന്നില്ല. എങ്കിലും ജീവന്റെ പുസ്തകം മാത്രം പറയാം. ആ പുസ്തകങ്ങൾ എന്തൊക്കെയാണെന്നറിയാം? ഒരു മിനിറ്റ്. പുസ്തകത്തിന്റെ പേരൊക്കെ അറിയാം? ജീവന്റെ പുസ്തകം, കണക്ക് പുസ്തകം, സ്മരണയുടെ പുസ്തകം, പ്രവൃത്തിയുടെ പുസ്തകം. ബൈബിളിൽ കിടപ്പുണ്ട് പല ഭാഗത്ത്. അതെല്ലാം പറയണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പോട്ടെ, അത് വായിച്ചു. ആ ആ ഉണ്ടായി. മരിച്ചവരെയൊക്കെ ഏൽപ്പിക്കുന്നു. നോക്കിക്കേ, ഈ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അവരെ ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഉണ്ടോ? അത് പേരുണ്ടോന്ന് ഉറപ്പുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഒന്ന് നോക്കിക്കേ, അതിൽ വീണാൽ രക്ഷയുണ്ടോ? ഒരിക്കൽ പോലും കരകയറത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സമയമായല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഇന്ന് കേട്ട വചനപ്രകാരം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളൊന്ന് സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. യേശുവേ, ഇന്ന് അവിടുത്തെ മാറ്റമില്ലാത്ത ചില വചനങ്ങൾ ഞങ്ങൾ വചനത്തിൽ കൂടെ കേട്ടു കർത്താവേ. ഇന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവപുസ്തകത്തിൽ നിന്റെ പേരില്ലെങ്കിൽ നിന്നെ തെരിയുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടും. എൻ്റെ പേർ ജീവപുസ്തകത്തിൽ ഉണ്ടോ? നമ്മളെ തന്നെ സ്വയം ഒന്ന് പരിശോധിച്ചാട്ടെ. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഉറപ്പില്ലെങ്കിൽ നമുക്ക് വേദോസം പറയുന്നു 1 യോഹന്നാൻ 1:7, 1 യോഹന്നാൻ 1:9 ഇവിടൊക്കെ പറയുന്നു യേശുവിന്റെ രക്തം, ദ ബ്ലഡ് ഓഫ് ദ ജീസസ് ക്രൈസ്റ്റ് ഹിസ് സൺ ക്ലെൻസസ് ഫ്രം ഓൾ അവർ സിൻ. നിന്റെ പാപത്തെ യേശുവിന്റെ രക്തം നിന്റെ സകല പാപത്തെയും കഴുകി ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് തൊട്ട് താഴെ പറയുന്നു, നിന്റെ പാപത്തെ ഏറ്റു പറയുന്നെങ്കിൽ നിന്റെ സകല പാപത്തെയും ക്ഷമിപ്പാൻ തക്കവണ്ണം യേശു വിശുദ്ധനും നീതിമാനും ആകുന്നു. കർത്താവെ, ഇന്ന് കേട്ട വചനപ്രകാരം ഞങ്ങൾ ഇന്നും പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ യോഹന്നാൻ 9:31 പറയുന്നു, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നതിന്റെ പ്രാർത്ഥന അത്രേ ദൈവം കേൾക്കുന്നുള്ളൂ എന്ന് വേദോസം പറയുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ ചെയ്ത സകല പാപത്തെ ഒരു നിമിഷം ദൈവസ്ഥാനത്ത് ഏറ്റു പറഞ്ഞാട്ട്, കർത്താവെ, ഓർമ്മ വെച്ച നാൾ മുതൽ ഇരിക്കുന്ന ഇരിപ്പ് വരെ എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പാപം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ എന്ന് ആ ദൈവസ്ഥാനത്ത് ഏറ്റു പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് ഒരു പുതിയ സൃഷ്ടിയായി ആ കർത്താവിനെ കൈക്കൊണ്ട് ഇവിടുന്ന് മടങ്ങിപ്പോകാം. ഹല്ലേലൂയ. അല്ലെന്നുണ്ടെങ്കിൽ ആ ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ വേദോസം പറയുന്നു, നിങ്ങൾ നിത്യ നരകത്തിൽ നാശത്തിലേക്ക് പോകും. ഹല്ലേലൂയ. യെശയ്യാ 59:2 പറയുന്നു, നിന്റെ അകൃത്യം അത്രേ നിന്നെ നിന്റെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന, നിന്റെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം നിന്റെ പാപം നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നു. വീണ്ടും സങ്കീർത്തനം 66:18 പറയുന്നു, നിന്റെ അകൃത്യം അത്രേ നിന്നെ ഭിന്നിപ്പിച്ചിരിക്കുന്ന. അങ്ങനെയെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ സകല പാപത്തെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ. അവിടുത്തെ കൊള്ളാവുന്ന മകനും മകളുമാക്കണമേ. ഞങ്ങളുടെ കുറവിനെ ഞങ്ങൾ ദൈവസന്ധി ഏറ്റുപറയുന്നു കർത്താവെ. ഹല്ലേലൂയ. പാപത്തെ ഏറ്റുപറഞ്ഞാൽ സകല പാപത്തെയും ക്ഷമിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കുറവുകളല്ല ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഇന്നൊരു പുതിയ സൃഷ്ടിയായി ഇവിടുന്ന് മടങ്ങിപ്പോവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. അവിടുന്ന് ഒന്ന് പ്രവർത്തിക്കണമേ കർത്താവെ. ഞങ്ങളുടെ തെറ്റിൽ നിന്ന് കുറവിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ തരണമേ കർത്താവെ. വീണ്ടും റോമർ 10:9 പറയുന്നു,
യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തു 2025 വർഷത്തിനു മുമ്പ് കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ വിശ്വസിക്കുന്നു. ആ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. കർത്താവെ, എൻ്റെ ജീവന്റെ സിംഹാസനത്തെ ഞാൻ കർത്താവിനായി സമർപ്പിക്കുന്നു. ഒരു പുതിയ സൃഷ്ടിയായി, ദൈവത്തിന് കൊള്ളാവുന്ന മകനായി, മകളായി ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഒരു പുതിയ തീരുമാനത്തോടെ ഇവിടുന്ന് ഞങ്ങൾ മടങ്ങി പോകുന്നെങ്കിൽ ഹല്ലേലൂയ, ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പേർ ജീവ പുസ്തകത്തിൽ ഉണ്ട്, ഉറപ്പായി തീർന്നു. ഹല്ലേലൂയ. ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പുതിയ തീരുമാനത്തോടെ മടങ്ങി പോയാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ആമേൻ ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകം തുറന്നു. പുസ്തകങ്ങൾക്ക് ആമേൻ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം അവനവൻ്റെ പ്രവൃത്തികൾക്കൊത്ത ന്യായവിധി ഉണ്ടായി. ആമേൻ. മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം നാം എല്ലാവരും പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ കുറവുകളെയും ദൈവസൽ ആമേൻ ഏറ്റുപറഞ്ഞ് കാൽവരിയിലെ ആമേൻ തങ്ക നിണത്താൽ നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവർ തങ്ങളുടെ വലതുകരം ഉയർത്തിയാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആമേൻ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തവർ പ്രാർത്ഥനയ്ക്കായി അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് നിൽക്കുക. പ്രാർത്ഥിച്ച് ശുശ്രൂഷയെ അവസാനിപ്പിക്കുവാൻ പോകുക. എല്ലാവരും മനഃപൂർവ്വമായി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭക്തന്മാർ പാടി, താതൻ പേർക്കായി സേവ ചെയ്തെന്നാൽ താതൻ എന്നെ മാനിക്കുവാനായി തരും ഓരോ കിരീടങ്ങൾ ആമേൻ വിളങ്ങിയിടും കിരീടങ്ങളായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ആമേൻ നീ വാണ്ട കിരീടം പ്രാപിക്കാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ. എല്ലാവരും ചേർന്ന് താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ. സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. ഇടകേണ്ടി ഗാനം പാടുന്നു ഞാനും ചേർന്നു പാടിടുവേ. ഞാനും ചേർന്നു പാടിടുവേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. വസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. വസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ
പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഹല്ലേലൂയ. വസ്ത്രധാരിയായി ശബരവസ്ത്രധാരിയ ഹല്ലേലൂയ പാടിടും ഞാൻ. എല്ലാ കരങ്ങളും തട്ടി ഹല്ലേലൂയ പാടിടും ഞാൻ. എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. വസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. വസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. എല്ലാ കരങ്ങളും തട്ടി വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായി നമ്മുടെ പ്രത്യാശയുടെ വാക്കുകളായി ചേർന്ന് പാടാം. ഓ എല്ലാ കരങ്ങളും തട്ടി വിശ്വാസത്തോടെ നിറഞ്ഞ പ്രത്യാശയോടെ പാടാം. ഓ പാടിടും ഞാൻ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. എല്ലാ നാമം തുറന്ന് Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Amen. Hallelujah. Amen. നവോമി രൂത്തിനോട് പറയും, നിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുന്ന ദൈവമാണ്. Praise the Lord. മോവാബിനെ വിട്ട് ബേത്ലഹേമിലേക്ക് വന്ന രൂത്തേ, നിനക്കൊരു പ്രതിഫലമുണ്ട്. നിനക്ക് വേണ്ടി അളക്കുന്ന ഒരു ബോണസ് ഉണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നീ കാല പെറുക്കിയതിനും ആമേൻ ബോവസിനോട് ചേർന്ന് നിന്നതിനും പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടതിനും ഒരു പ്രതിഫലമുണ്ട്. Praise the Lord. എന്റെ നാമത്തിൽ ഒരു പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താലും ഒരു പ്രതിഫലമുണ്ട്. തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം അവൻ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല.